നരം ചൈവ ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത് നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമകം വന്ദേ ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യ ഈശ്വരം. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപ സ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യ നമാമി ഭക്തി ശൈക്തികം. ആരാധ്യോ ഭഗവാൻ ബ്രജേശ്വരതനയ ദദ്ധാമ വൃന്ദാവനം രമ്യഗച്ഛിത് ഉപാസനാ വൃജപതു മൃഗേണ യത്കൽപിത. ശ്രീമദ് ഭാഗവതം പ്രമാണമമലം പ്രേമമുഹാർത്തോ മഹാൻ ശ്രീചൈതന്യ മഹാപ്രഭുമതമിതം തത്രാദരോ ന പരാ. വാചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തി വേദാന്ത സ്വാമിന്നിതി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധർ ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും ഇന്നത്തെ നമ്മളുടെ ഭാഗവതം ക്ലാസ്സിലേക്ക് സുസ്വാഗതം. ആദ്യമായിട്ട് ഞാൻ എല്ലാവരോടും സോറി അല്ലെങ്കിൽ മാപ്പി ചോദിക്കുകയാണ്. കാരണം നമ്മൾ ഏകദേശം 1 മാസത്തിന് ശേഷമാണ് വീണ്ടും കാണുന്നത്. 1 മാസമായി. 4 ക്ലാസ് നമ്മളുടെ മിസ്സായി. അതിൻ്റെ കുഴപ്പം കൊണ്ടായിരുന്നു. ഞാൻ വൃന്ദാവനത്തിൽ പോയിട്ട് വന്ന സമയത്ത് ഒരു ബോഡിയിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി. ഈ ഇൻഫെക്ഷൻ കൊണ്ട് കുറെ ബുദ്ധിമുട്ടി. ശരിക്കും ഗ്ലാസ് എടുക്കാവുന്ന കാര്യം പോട്ടെ, ഗ്ലാസ് എടുക്കാൻ പറ്റില്ല. കൈകൊണ്ട് ഇങ്ങനെ ഗ്ലാസ് എനിക്ക് എടുക്കാൻ പറ്റില്ല. ഗ്ലാസ് ഒത്തിരി വലിയ കാര്യമാണ്. ഈ ജോയിൻസിനൊക്കെ പെയിൻ വന്നിട്ട് ബെഡിലായിരുന്നു. പിന്നെ മോള് വന്നിട്ട് ശുശ്രൂഷിച്ചൊക്കെയാണ്. ഇപ്പോഴും ഞാൻ 100% ശരിയായില്ല. തൈസിനൊക്കെ ഇപ്പോഴും ചെറിയ വേദനയുണ്ട്. മെഡിസിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്റെ അവസ്ഥയായിരുന്നു. നിങ്ങൾക്കൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം 1 മാസം കഴിഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു ഏത് ശ്ലോകം എടുത്തെന്നുള്ളത് ഞാനങ്ങ് മറന്നുപോയി. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഏത് ശ്ലോകം എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന്? ഞാൻ മറന്നുപോയി. ഹരേ കൃഷ്ണ. ഏത് ശ്ലോകം എടുക്കുന്നതെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇല്ലേ? ഞാൻ സംസാരിക്കുന്ന സൗണ്ട് അവിടം വരെ എത്തുന്നുണ്ടോ? കൊച്ചി വരെ? ഹരേ കൃഷ്ണ. ഞാൻ മ്യൂട്ട് ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, സൗണ്ട് എത്തുന്നുണ്ടോ പ്രഭു? ഏത് ശ്ലോകം നമ്മൾ എടുത്തോണ്ട്? ഞാൻ മറന്നുപോയി. 11 വരെ എടുത്തോ. ഞാന് ഇപ്പൊ ഈ ചോദ്യം ചോദിച്ചിട്ട് പേര് നോക്കുമായിരുന്നു. 69 ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. പേര് കണ്ടില്ല. 10:21 11 വരെ എടുത്തിട്ടുണ്ട്. യെസ് പ്രഭു, യു ആർ റൈറ്റ്. നമ്മള് വേഴു വിധത്തില് ബാക്കിയുള്ളവരൊക്കെ ഏത് ലോകത്താണ്? 11ാമത്തെ ശ്ലോകമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ശ്ലോകത്തെ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തെന്താണ് കാര്യം? 1 മാസത്തെ ഗ്യാപ്പ്. നമ്മൾ കലിയുഗത്തിലായതുകൊണ്ട് ശ്ലോകത്തിന്റെ നമ്പർ പറഞ്ഞപ്പം ശ്ലോകത്തിന്റെ വരികൾ ഓർത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം നമുക്ക് ശ്ലോകം ഒന്ന് വായിക്കാം, പിന്നെ നമുക്ക് എന്താണ് ചർച്ച ചെയ്യുന്നുള്ളത് പറയാം. ഭഗവത്ഗീത ശ്രീമദ് ഭാഗവതം കയ്യുള്ളവർ എടുത്തു വെക്കുക. 10ാമത്തെ സ്കന്ധത്തിലെ 21ാമത്തെ അധ്യായത്തിലെ പ്രഭുജി പറഞ്ഞ 11ാമത്തെ ശ്ലോകമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ധന്യാസ്മൂഢഗതയോപി ഹരിണ്യ ഏത യനന്ദനന്ദനം ഉപാത്ത വിചിത്രവേഷം ആകർണ്യ വേണുരഴിതം സഹകൃഷ്ണസാരാഹ പൂജാന്തദുർവിരചിതാം പ്രണയാവലോകൈ. വളരെ മനോഹരമായ ശ്ലോകമാണ്. ധന്യരാണ് ആര്? സ്മമൂഢഗതയോപി ഹരിണ്യ ഏത. ഹരിണ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പെൺമാനികൾക്കാണ്. അതായത് ഹരിണ്യ എന്ന് പറഞ്ഞാൽ മാൻപേടകൾ പെണ്ണ്. ആണുങ്ങൾക്ക് മൂന്നാമത്തെ വരിയുണ്ട് സഹകൃഷ്ണ സാരാഹ, അതാണ് ഇവരുടെ ഇണകൾ. അപ്പൊ ഇവര് ധന്യാകാൻ കാരണം എന്താണ്? സ്മ മൂഢഗതയോപി. മൂഢഗതയോപി എന്നുള്ളതിന് രണ്ടർത്ഥം നമ്മൾ പറഞ്ഞിരുന്നു. ഒന്ന്, വളരെ നീച യോനിയിൽ ജനിച്ചിട്ടാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ അവർ വളരെ പതുക്കെ നടന്നു വന്നിട്ടാണെങ്കിൽ തന്നെ ദേ ആർ ധന്യാഹ, ഒരു ധന്യരാണ്. കാരണം എന്താ? യാ നന്ദ നന്ദനം ഉപാത്ത വിചിത്ര വേഷം. ഈ ഏതൊരു നന്ദനം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? നന്ദനം സിനിമ നിങ്ങളൊക്കെ കണ്ടതായിരിക്കുമല്ലോ. നന്ദനം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്തുവാ? ഹരേ കൃഷ്ണ, പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പമായിരുന്നു. നന്ദനം എന്നുള്ള വാക്കിന്റെ അർത്ഥം. നന്ദനം സിനിമ കണ്ടവരാണോ എല്ലാവരും? ഹരേ കൃഷ്ണ. ഈ ഒരു മാസം ഞാൻ വരാതിരുന്നോടുള്ള പിണക്കമാണ്. എന്താ ഇത് കാരണം? സംഭവം എന്തുവാ? കണ്ടിട്ടില്ല പ്രഭു. കേട്ടിട്ടുണ്ട്. നന്ദനം എന്നുള്ള വാക്കിന്റെ അർത്ഥം പുത്രൻ എന്നാണോ? നന്ദന്റെ പുത്രൻ, ദാറ്റ് ഈസ് കൃഷ്ണ. ഉപാത്ത വിചിത്ര വേഷം. നന്ദൻ എന്ന് പറഞ്ഞാൽ നന്ദരാജാവിന്റെ പുത്രന്റെ ഉപാത്ത വിചിത്ര വേഷം എന്ന് പറഞ്ഞാൽ ആകർഷകമായ വേഷം കണ്ടിട്ട് എന്ത് പറ്റി? അത് മാത്രമല്ല, ആകർണ്യ വേണുരഥൻ സഹകൃഷ്ണ സാര. ഇവിടെ വരെയാ നമ്മൾ എടുത്തത്. ആകർണ്യം എന്നുള്ളത് നമ്മൾ എടുത്തു. അപ്പം അവരുടെ സൗഭാഗ്യം എന്താണ്? ഈ മാൻപേടകളുടെ സൗഭാഗ്യം എന്താണ്? മൂഢജന്മങ്ങളാണെങ്കിലും ശരി, ഈ മാനുകൾ ധന്യരാണ്. കാരണം അവർ ജീവാത്മാവിന്റെ ഗന്ധവ്യ സ്നാനം, ഒരു ജീവാത്മാവിന്റെ ഗന്ധവ്യ സ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ഗന്ധവ്യ സ്ഥാനം കൃഷ്ണപാദാരവിന്ദം. എവറസ്റ്റിന്റെ മുകളിൽ കയറുകയോ, കാനഡയിൽ പോയി എംടെക് എടുക്കുകയോ, ആസ്ട്രേലിയയിൽ പോയി ജോലി ചെയ്യുക, ഇതൊന്നും ജീവാത്മാവിന്റെ ഗന്ധവ്യ സ്ഥാനമല്ല. ഇതൊക്കെ ജീവാത്മാവിന് ആവശ്യമായിരിക്കാം. എന്തിന്? കൃഷ്ണപാദാരവിന്ദങ്ങളിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള പല ഉപാധികൾ ഈ പ്രകൃതിയത്തുണ്ട്. ഈ നമ്മളുടെ കുടുംബ ബന്ധം പോലും എന്തിനാണ്? ഭാര്യ ഭർത്തൃ ബന്ധമായാലും മറ്റു കുടുംബ ബന്ധം പോലും, അതായത് നമ്മളുടെ ഈ ജന്മത്തിൽ തന്നെ നമുക്ക് കൃഷ്ണപ്രാപ്തിക്ക് വേണ്ടി പ്രകൃതി ഒരുക്കിയിരിക്കുന്ന, അല്ലെ നമ്മളുടെ ആചാര്യന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന ഒരു സംവിധാനമാണത്. അപ്പൊ ഒരു ജീവാത്മാവിന്റെ ഏറ്റവും വലിയ ഗന്ധവ്യ സ്ഥാനം എന്ന് പറയുന്നത് കൃഷ്ണപാദാരവിന്ദങ്ങളാണ്. ഈ മാനുകൾക്ക് കിട്ടിയ നീചയോനി, മൃഗയോനിയിലായിട്ട് പോലും അതിനവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് അവർ സൗഭാഗ്യം. അപ്പൊ എന്നിട്ട് അവിടെ ചെന്നവരെ ഭഗവാനെ പൂജിക്കുന്നു. അതെങ്ങനെ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു, ജീവാത്മാവിന്റെ ഗന്ധവ്യ സ്ഥാനം കൃഷ്ണപാദാരവിന്ദങ്ങളിലാണ്. കാരണം എന്താണ്? അപ്പൊ ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ്, ഇപ്പൊ നമ്മളൊക്കെ സ്കൂളിൽ ജോലി ആരെങ്കിലും ചെയ്യുകയാണ്, ഹു ഈസ് കൃഷ്ണ? ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഹൂ ഈസ് കൃഷ്ണ? ആരാണ്? ഇന്ന് എനിക്ക് ചോദ്യം ചോദിക്കാൻ ഒത്തിരി ഇഷ്ടം തോന്നുന്നു. ഇതിനെല്ലാവരും ഓരോരുത്തരും അവരവരുടെ ഉത്തരം പറയാം. ഹൂ ഈസ് കൃഷ്ണ? ആരാണ് ഈ കൃഷ്ണൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? അന്യമതക്കാർ ചോദിക്കാം, നിരീശ്വരവാദികൾ ചോദിക്കാം, നമ്മളുടെ മക്കൾ ചോദിക്കാം, ആരാണ് കൃഷ്ണൻ? എന്ത് മറുപടി പറയും? എളുപ്പം മറുപടി പറഞ്ഞാൽ ഈ ശ്ലോകം ഇന്ന് തീരും, ഇല്ലെങ്കിൽ നാളെ തീരും. ഹരേ കൃഷ്ണ. സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ്. ആരാ പറഞ്ഞത്? അജിത. ഓക്കെ, താങ്ക് യു. സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ്. വേറെ ആരെങ്കിലും? എന്താണ് തെളിവ്? സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് എന്നുള്ളതിന് എന്താണ് ശാസ്ത്രത്തിൽ തെളിവ്? ശാസ്ത്രം അനുസരിച്ച് ഭാഗവതവും ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. ഭാഗവതത്തിലും ഗീതയിലും ഒക്കെ പറയുന്നുണ്ട്. ശരിയാണ്, പറയുന്നുണ്ട്. കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് ആർക്കെങ്കിലും പറയാമോ? ഇത് പറഞ്ഞത് ശരിയാണ്, പറഞ്ഞത് കറക്റ്റ് ആണ്. കുറച്ചും കൂടി സ്പെസിഫിക്. നമ്മൾ ഒരു ഭക്തനോട് പറയുമ്പോൾ ഇത് ഓക്കെ, ഒരു അഭക്തനോട് പറയുമ്പോൾ അവർ പറയും നിങ്ങളുടെ ഏത് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് കൃഷ്ണനാണ് സുപ്രീം? നോക്ക്, നാരായണ ഉപനിഷത്ത് എന്ന് പറഞ്ഞൊരു ഉപനിഷത്തുണ്ട്. അതിനകത്തൊരു ശ്ലോകമുണ്ട്, നാരായണ ജായതേ ബ്രഹ്മ. ബ്രഹ്മ നാരായണനിൽ നിന്നും ജനിച്ചു അല്ലെങ്കിൽ വന്നു. നാരായണ ജായതേ ബ്രഹ്മ. അപ്പൊ ബ്രഹ്മ എന്ന് പറഞ്ഞാൽ ഈ 33 കോടി ദേവിദേവതമാരുടെ, ഏതൊക്കെ ദേവിദേവതമാരുടെ അടുത്ത് പോയിട്ട് നമ്മൾ തേങ്ങ ഉടയ്ക്കുന്നോ ആ ദേവിദേവതമാരുടെ ഒക്കെ ഏറ്റവും ടോപ്പ് ആരാണ്? ബ്രഹ്മ. ഈ ബ്രഹ്മ എവിടുന്നാ വന്നേ? നാരായണനിൽ നിന്നാണ് വന്നത്. അപ്പൊ ഈ ഭൗതിക സൃഷ്ടിയില് ബ്രഹ്മാവ് ഏറ്റവും ടോപ്പ്, ശിവന്റെ താഴെ. ശിവന്റെ താഴെ എന്ന് പറഞ്ഞാൽ അവര് ശിവനോടൊപ്പം, അല്ലെങ്കിൽ ശിവൻ എന്ന് പറയാൻ തൊട്ട് മുകളിൽ വരാം, അല്ലെങ്കിൽ ബ്രഹ്മാവിനൊപ്പം വരാം. നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ബട്ട് ശിവൻ ഈസ് ഇൻഡിപെൻഡന്റ്. പക്ഷെ ബാക്കിയുള്ള ദേവീ ദേവതന്മാർക്ക് എന്തെങ്കിലും ആവശ്യം വന്ന നാരായണനെ കാണുമെങ്കിൽ ഡയറക്റ്റ് പോകാനുള്ള പാസ് പോലും ഇല്ല.
അപ്പൊ ആ സാറുടെയിലുള്ളത് ബ്രഹ്മാവിന്റെ കയ്യിലാണ്. ശിവന് ഡയറക്റ്റ് പോകാം. അതുകൊണ്ടാണ് ഞാൻ കമ്പാരിഷൻ ചെയ്തത്. ഇപ്പൊ നാരായണ ജായതേ ബ്രഹ്മ, ഈ 33 കോടി ദേവന്മാരുടെ നാഥനായിട്ടുള്ള ബ്രഹ്മാവ് വന്നിരിക്കുന്നത് നാരായണിൽ നിന്നാണ്. ആ ബ്രഹ്മാവിന്റെ തൊട്ടു താഴെ ആരാണ്? നാരായണ ജായതേ പ്രജാപതി. ഈ ഭൗതിക ലോകത്തിലെ ഭരണങ്ങൾ നടത്തുന്ന ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന പ്രജാപതികൾ, നമുക്കറിയാം ദട്ട പ്രജാപതി, ഇങ്ങനെയൊക്കെയുള്ള പ്രജാപതികൾ വന്നത് എവിടുന്നാണ്? നാരായണിൽ നിന്നാണ്. ഈ ദേവി ദേവതകളുടെയൊക്കെ രാജാവാര? ഇന്ദ്രൻ. നാരായണ ജായത ഇന്ദ്ര. ഇന്ദ്രനെ വട വെച്ചത് ആരാണ്? നാരായണ. അത് കഴിഞ്ഞ് അന്വേഷിച്ചിട്ടുള്ള അഷ്ടവസുക്കള്, ഈ വായു, ചന്ദ്രൻ, ഒരുപാട് ഒക്കെ ഉണ്ട്. നാരായണ ജായത അഷ്ടവസു. നാരായണ ജായത ഏകാദശ രുദ്ര. 11 രുദ്രന്മാർ വന്നത് എവിടുന്നാണ്? നാരായണനിൽ നിന്നാണ് വന്നത്. നാരായണ ജായതേ ദ്വാദശ ആദിത്യ. 12 ആദിത്യന്മാർ വന്നത്. അതായത് ഈ സൃഷ്ടിയിലുള്ള മൊത്തം അഡ്മിനിസ്ട്രേഷൻ വന്നിരിക്കുന്നത് എവിടുന്നാണ്? നാരായണനിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഈ നാരായണൻ കൃഷ്ണന്റെ ഒരംശമാണ്, വെറും ഒരു അംശം മാത്രമാണ്. അതെവിടെയാ പറഞ്ഞിരിക്കുന്നത്? ശ്രീമദ് ഭാഗവത്തിൽ 1-ാമത്തെ സ്കന്ധത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഏതേദംശ കലാപുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഈ പറഞ്ഞതൊക്കെ ഏത്? ഈ 3-ാമത്തെ അധ്യായത്തിൽ ഭഗവാന്റെ മുഴുവൻ അവതാരങ്ങൾ, അതിനകത്ത് ഈ പുരുഷാവതാരവും പറഞ്ഞിട്ടുണ്ട്. കാരണോപദേശ വിഷ്ണു, ഗർഭോപദേശ വിഷ്ണു, മഹാവിഷ്ണു കാരണോപദേശ വിഷ്ണു. കാരണം ഈ വിഷ്ണു ഗർഭോപദേശ വിഷ്ണു, ക്ഷീരോപദേശ വിഷ്ണു, ഇതിനെക്കുറിച്ച് എല്ലാം പറഞ്ഞിട്ട് എല്ലാ അവതാരങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞു. ഈ പറഞ്ഞതൊക്കെ അംശകല. അംശം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു വലുതിന്റെ ഏറ്റവും ചെറിയ നമ്മൾ അംശം. കല എന്ന് പറഞ്ഞാൽ അംശത്തിന്റെ അംശം. അപ്പൊ ഈ പറഞ്ഞതൊക്കെ അംശവും അംശത്തിന്റെ അംശവുമാണ്. പിന്നെ ആരാണ് മുഴുവൻ? കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഭഗവാനാണ് സ്വയം, കൃഷ്ണനാണ് ഭഗവാൻ. ഇന്ദ്ര അരി വ്യാകുലം ലോല. ഇന്ദ്ര അരി, ഇന്ദ്രൻ പറഞ്ഞാൽ ഇവിടെ ഇന്ദ്രനുമാകാം വൈഷ്ണവരുമാകാം. അരി ശത്രു. ഇന്ദ്രാരി വ്യാകുലം ഈ ലോകത്തിൽ നിന്നും ഭക്തരുടെ അല്ലെങ്കിൽ ഇന്ദ്രന്റെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ വേണ്ടി മൃഡയന്തി യുഗേ യുഗേ, ഓരോ യുഗത്തിലും അദ്ദേഹം വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് കൃഷ്ണന്റെ പാതാരവിന്ദങ്ങളിൽ അഭയം പ്രാപിക്കണമെന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇതിന്റെ ട്രാൻസ്ലേഷൻ ശ്രീ ഭഗവാൻ പറയുന്നത് പ്രേമപൂർവമായ, അതായത് പൂജാം ദതുർവിരജ പ്രണയാവലോകേ. അവലോകനം ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? അവലോകനം ചെയ്യുക എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായിട്ട് ഒരു കുരത്തിനെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പൊ പ്രണയാവലോകേ ദതുർവിരചിതാം. ദതുർവിരചിതാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് ഈ ആകർഷകമായ വേഷം കണ്ടിട്ട് ആര്? സഹകൃഷ്ണസാര ഹിരണ്യ. ഈ ഹിരണ്യകളും അവരുടെ നാഥന്മാരും കണ്ടിട്ട്, അതായത് ദധുർ വിരചിതാം, അവർ ആരാധിച്ചു. ആരെ? കൃഷ്ണനെ. എങ്ങനെ? പ്രണയാവലോകെ, പ്രേമപൂർവമായ നോട്ടങ്ങളാൽ. ഇപ്പൊ ഈ ആരാധിക്കുക പറഞ്ഞ ഇപ്പൊ മാൻ എങ്ങനെയാണ് ഭഗവാനെ ആരാധിക്കുന്നത്? മയിലുകൾ അവരുടെ മയിൽപ്പീൽ കൊടുത്തു, മരങ്ങൾ അവരുടെ പൂക്കൾ കൊടുത്തു, ചെടികൾ അവരുടെ മരങ്ങൾ അവരുടെ ഫലങ്ങൾ കൊടുത്തു, ചെടികൾ അവരുടെ പുഷ്പങ്ങൾ കൊടുത്തു ഭഗവാനെ ആരാധിക്കാൻ. മാനുകൾ എന്ത് ചെയ്യും? അവരെന്ത് ചെയ്തു? പ്രണയാവൽ. വെറുതെ ഇങ്ങനെ ഭഗവാനെ കണ്ടിട്ട് നമ്മൾ സായിപ്പിനെ കാണുമ്പോൾ നിൽക്കുന്നവർ എന്തോ അതിന് പറയുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും അത്ഭുതം കാണുമ്പോൾ അത്ഭുതം നിൽക്കുന്ന പോലല്ല. പ്രണയാവലോകെ, അവരുടെ കണ്ണുകളിൽ കൃഷ്ണനോട്, ആ കൃഷ്ണന്റെ പ്രണയം കൊണ്ട് അവർ ഭഗവാനെ നോക്കി കണ്ണുകൾ കൊണ്ട് ആരാധിച്ചു. കൃഷ്ണനും അത് റെസിപ്രോക്കേറ്റ് ചെയ്തു. അപ്പൊ അതിന്റെ ട്രാൻസ്ലേഷൻ അതുകൊണ്ടാണ് ശ്രീല പ്രഭുപാദ് പറഞ്ഞിരിക്കുന്നത്, ആകർഷമായ വേഷം ധരിച്ച് വേണു ആലപിക്കുന്ന അനന്തകുമാരനെ സമീപിക്കാൻ ഭാഗ്യമുണ്ടായതിനാൽ മൂഢജന്മങ്ങളാണെങ്കിൽ ഈ മാനുകൾ ധന്യർ തന്നെ. പ്രേമപൂർവമായ കടാക്ഷങ്ങളാൽ ഈ ഹരിണിയും കരിമാനും ഭഗവാനെ പൂജിക്കുകയാണ്. അപ്പൊ ഇത് നമുക്കിതിന്റെ പ്രഭുപാദിന്റെ പർപ്പട്ടും കൂടെ വായിക്കണം, അപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആകും. ശ്രീല പ്രഭുപാദരുടെ ചൈതന്യ ചരിതാമൃതത്തിൽ നിന്നാണ് ഈ വിവർത്തനം ഉദ്ധരിച്ചിട്ടുള്ളത്. കാരണം ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് പ്രഭുപാദ് ഈ ഭൗതിക ലോകത്തിൽ നിന്നും പോയിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് എടുത്തതാണ്. താഴെ പറയുന്ന പ്രകാരം ആചാര്യന്മാർ വിവരിക്കുന്നു. ട്രാൻസ്ലേഷൻ ഇല്ല. എങ്ങനെ? ഈ മാൻപേടകൾ, അതായത് ഗോപികമാര് വിചാരിക്കുകയാണ്, മനസ്സിൽ കരുകയാണ്, ഈ മാൻപേടകൾക്ക് അവരുടെ ഇണകളോടൊപ്പം തന്നെ കൃഷ്ണന്റെ അരികിൽ ചെല്ലാൻ കഴിയുന്നു. കാരണം ആ ആൺമാനുകൾക്കും പരമപ്രേമഭാജനമായിട്ടുള്ളത് കൃഷ്ണൻ തന്നെയാണ്. അവർക്ക് കൃഷ്ണനോട് അത്രയേറെ പ്രേമമുള്ളതിനാൽ തങ്ങളുടെ ഇണകളും കൃഷ്ണനാൽ ആകർഷിക്കപ്പെടുന്നത് കണ്ട് അവർ സന്തോഷിക്കുന്നു. തങ്ങളുടെ ദാമ്പത്യ ജീവിതം സൗഭാഗ്യപൂർണ്ണമായി തീർന്നതായി കണക്കാക്കുന്നു. ഇവിടെ ഇൻഡയറക്ട്ലി പറഞ്ഞിരിക്കുന്ന നമ്മുടെ ആചാര്യന്മാര്, ഒരാൾ ഭക്തിയിലുണ്ടെങ്കിൽ, ഭാര്യയും ഭർത്താവും ഭക്തിയിലുണ്ടെങ്കിൽ ആ ദാമ്പത്യം സൗഭാഗ്യപൂർണ്ണമാണ്. കാരണം എന്താ പറയുന്നതിന്, ഷാൻറ്റിങ് ടുഗദർ സ്റ്റേയിങ് ടുഗദർ, അങ്ങനെ പറയാറുണ്ട്. ഒന്നിച്ച് നമ്മൾ ഭക്തി ചെയ്യുകയാണെങ്കിൽ ഒന്നിച്ച്
ആത്മീയ ലോകത്തിൽ എത്തിച്ചേരാൻ കഴിയും. കൃഷ്ണലോകത്തില് അല്ലെങ്കിൽ ഗോലോകത്തില് ഒന്നിച്ചെത്താൻ കഴിയും. മാത്രമല്ല തങ്ങളുടെ ഇണകൾ കൃഷ്ണനെ തേടി നടക്കുന്നത് കണ്ട അവർ ആനന്ദിക്കുകയും അവരുടെ പിന്നാലെ ചെന്ന് ഭഗവാന്റെ അരികിലേക്ക് ചെല്ലാൻ തിടുക്കപ്പെടുകയും ചെയ്യുന്നു. മറ്റൊരു വശത്ത് ഞങ്ങളുടെ ഭർത്താക്കന്മാരാകട്ടെ കൃഷ്ണനെ ചൊല്ലി അസൂയപ്പെടുന്നു. അദ്ദേഹത്തോടുള്ള ഭക്തിക്കുറവ് കാരണം ഭഗവാന്റെ സുഗന്ധം പോലും അവർക്ക് സഹിക്കാനാകുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ജീവിതം കൊണ്ട് എന്ത് ഫലം? എന്ത് സൂപ്പറായിട്ടാണ് പറഞ്ഞിരിക്കുന്നവര്. അതായത് ആകർണ്യ വേണുരഴിതം സഹകൃഷ്ണസാര. ആകർണ്യ കേട്ടിട്ട് എന്റെ വേണുരഥം, വേണുവിന്റെ നാദം കേട്ടിട്ട് സഹകൃഷ്ണസാര മാനുകൾ, അതായത് അവരുടെ ഇണകളോടൊപ്പം, ഹരണ്യ അവരുടെ ഇണകളോടൊപ്പം പൂജാം ദതുർവിരചിതാം പൂജാം ദതുർവിരചിതാം അവർ ആരാധിക്കുന്നു, വിരചനം ചെയ്യപ്പെടുന്നു. എങ്ങനെ? പ്രണയാവലോകെ, പ്രണയം നിറഞ്ഞ കണ്ണുകളോടുകൂടി. അപ്പൊ അവർ അവനെ എങ്ങനെയാണ് ആരാധിച്ചത്? പ്രേമപൂർവമായ നോട്ടങ്ങളാൽ. പ്രണയാവലോകെ. ഇവിടെ ഗോപികമാർ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നോക്കുക, പ്രണയാവലോകെ. നമുക്കറിയാം അവലോകനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് സൂക്ഷ്മമായിട്ട് നോക്കുക, അല്ലെ? പ്രണയം എന്ന വാക്ക് സാധാരണ സ്നേഹത്തിന് ഉപയോഗിക്കാറില്ല. ഒരു അമ്മയ്ക്ക് മകനോടുള്ള സ്നേഹത്തിനോ സഹോദരന് സഹോദരിയോടുള്ള സ്നേഹത്തിലോ അല്ലെങ്കിൽ സഹോദരിക്ക് സഹോദരനോടുള്ള സ്നേഹത്തിലോ പ്രണയം എന്നുള്ള വാക്ക് ഉപയോഗിക്കില്ല. പ്രണയം എവിടെയാണ്? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, കാമുകന്മാർ തമ്മിൽ. അപ്പൊ ഇവിടെ ഈ പെൺമാനുകൾ ഭഗവാനെ നോക്കുന്നത് ഭക്തിയേക്കാൾ കൂടുതൽ പ്രേമമാണ്. അവരുടെ ഉള്ളിൽ മാധുര്യ പ്രേമം ഉണ്ടായി ഭഗവാനെ കണ്ടപ്പോൾ. കൃഷ്ണ സാമീപ്യം ലഭിച്ചപ്പോൾ കൃഷ്ണ സ്പർശിക്കപ്പെടും ചെയ്തു. കാര്യം കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു, കൃഷ്ണന്റെ പാതാരബിന്ദങ്ങൾ അവര് നക്കിയാണ് അവരുടെ സ്നേഹം പ്രകടിപ്പിച്ചത്. ഏത് സമയത്ത് പരംപുരുഷോത്തമൻ ഭഗവാന്റെ സാമീപ്യം ഈ മാൻപേടകൾക്ക് കിട്ടിയോ, ആ മാൻപേടകളുടെ ഉള്ളിൽ നാച്ചുറൽ മാധുര്യ പ്രേമം പൊട്ടിവിടർന്നു. അതുകൊണ്ടാണ് അവർ നോക്കുന്നത് എങ്ങനെയാ? പ്രണയാവലോകൈ. പ്രണയമാണ് അവരുടെ ഉള്ളിൽ ഉണ്ടായത്, ഭക്തിയല്ല അവിടെ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതെല്ലാം പെൺമാനികളാണ്. അപ്പൊ ഇവിടെ ഈ ശ്ലോകത്തിൽ ഗോപികമാർ പറയുന്നത് എന്ന് വെച്ചാൽ വരികളിലെ സാഹിത്യം നമ്മൾ മനസ്സിലാക്കണം. ഈ മാനികൾ വിവരമില്ലാത്ത കുലത്തിലാണ് ജനിച്ചത്. അച്ഛൻ്റെ അവരുടെ ഭാഗ്യം നോക്ക്. കാരണം ഈ ഹരണികള് ഭർത്താക്കന്മാരോടൊത്താണ് ഭഗവാനെ ആ പ്രണയാവലം നടത്തുമ്പം അവരുടെ ഭർത്താക്കന്മാരും ആനന്ദഭരിതമായിട്ടിരിക്കുന്നു. നമ്മൾ മനുഷ്യകുലത്തിലായിട്ട് ജനിച്ചതെങ്കിലും നമുക്ക് കൃഷ്ണനെ ഒന്ന് കാണണമെങ്കിൽ ഭർത്താക്കന്മാരെ കണ്ണു വെട്ടിക്കണം, അമ്മായിയമ്മയുടെ കണ്ണു വെട്ടിക്കണം, മാതാപിതാക്കളുടെ കണ്ണു വെട്ടിക്കണം, നാത്തുമാരുടെ കണ്ണു വെട്ടിക്കണം. എങ്കിൽ പോലും ദൂരെ നിന്ന് കൃഷ്ണൻ നമുക്ക് കാണാനേ പറ്റുള്ളൂ. ഈ പ്രണയാവലോകം നമുക്ക് പറ്റുന്നില്ല. അത് ഈ നീചകുല യോനിയിൽ ജനിച്ച മാനുകൾ കിട്ടുന്നു. എന്തിനാണ് നമ്മൾ ഗോപികമാരായിട്ട് ജനിച്ചത്? എന്തിനാണ് നമുക്ക് മനുഷ്യ ശരീരം കിട്ടിയത്? അതുകൊണ്ട് എന്ത് പ്രയോജനം? അതിനേക്കാൾ നല്ല അടുത്ത ജന്മത്തെങ്കിലും ഈ മാനുകളായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. നമുക്കറിയാം 11ാമത്തെ ശ്ലോകത്തില് വേണുവായിട്ട് ജനിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഈ ശ്ലോകത്തിൽ അവർ പറയുന്നത്, അതായത് ആകർണ്യ വേണുരേടുതം കേട്ടിട്ട് ആകർഷമായ വേഷത്തില് നിൽക്കുന്ന ഭഗവാനെ കണ്ടിട്ട് അവരുടെ ഉള്ളിൽ പ്രണയമുണ്ടായി. അവരുടെ ഭർത്താക്കന്മാരോടൊപ്പമാണ് ആ പ്രണയം അവർ പങ്കിടുന്നത്. നമ്മളോ? നമുക്കതിന് കഴിയുന്നില്ല. എന്ത് സൗഭാഗ്യം ചെയ്ത മാനുകളാണിത്. സ്ത്രീ യോനിയിലായിട്ടും മൃഗയോനിയിലായിട്ടും കൃഷ്ണനെ പ്രേമപൂർവം ആ കടാക്ഷം കാണുവാൻ അവർക്ക് കഴിയുന്നുണ്ട്. അപ്പൊ ഈ മാത്രമല്ല പുറപ്പെട്ടി പറഞ്ഞിരിക്കുന്നത് ഈ കാഴ്ച കണ്ടപ്പോൾ അവരുടെ ഇണകൾ ആനന്ദഭരിതരായി. അതായത് കൃഷ്ണനെ കാണുന്നു, തങ്ങളുടെ ഭാര്യമാർ പ്രണയാവലോകനം ചെയ്യുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് വീട്ടിൽ പോകാൻ മതിയെന്ന് പറഞ്ഞില്ല അവര്. അവർക്ക് ആനന്ദമുണ്ടായി. കാരണം കൃഷ്ണപാദാരബിന്ദങ്ങൾ തങ്ങളുടെ ഭാര്യമാര് അഭയം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഉള്ളിൽ ആനന്ദഭരിതരായി. അപ്പൊ ഇവര് വിചാരിക്കുന്നതാണ്, പക്ഷെ നമ്മുടെ ഭർത്താക്കന്മാരോ നമ്മളെ വെളിയിലോട്ട് പോലും വിടത്തില്ല, കൃഷ്ണനെ കാണാൻ അനുവദിക്കത്തില്ല, കൃഷ്ണന്റെ സുഗന്ധം പോലും അവർക്ക് ഇഷ്ടമില്ല. ആചാര്യന്മാര് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ സുഗന്ധം പോലും അവർക്ക് സഹിക്കാനാവുന്നില്ല. ഇങ്ങനെയെങ്കിൽ തങ്ങളുടെ ജീവിതം എന്തിനാണ് ഈ ജീവിതം? മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും പരമകാഷ്ഠ എന്ന് പറയുന്നത് കൃഷ്ണപ്രേമമാണ്. അതില്ലെങ്കിൽ ആ ജീവിതം കൊണ്ട് എന്ത് പോലെ? ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, ഉപ്പിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഉപ്പുരസം, ശർക്കരയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ മാധുര്യം. മധുരമില്ലാത്ത ശർക്കര എന്തിനാണ്? കായ്ക്കാത്ത മരം. ആ മരത്തിന്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ പല ധർമ്മങ്ങൾ നമുക്ക് തള്ളു തരാറുണ്ട്, വിറകിന് തീ കത്തിക്കാൻ വിറക് തരാറുണ്ട്, ഫലങ്ങൾ തരാറുണ്ട്. പക്ഷെ ഫലമില്ലാത്ത മരമാണെങ്കിൽ നമ്മളത് വെട്ടിക്കളയും, വേണ്ടെന്ന് പറയും. ഇത് വളർന്നിട്ട് ഇത് തള്ളു തരുമെന്നോ അല്ലെങ്കിൽ ഇത് വിറക് തരുമോ നമ്മൾ നോക്കില്ല, അത് വെട്ടിക്കളയും. കാരണം അതിന്റെ യഥാർത്ഥ ധർമ്മം എന്താണെന്ന് വെച്ചാൽ ധർമ്മം ചെയ്യാൻ പറ്റാത്ത പിന്നെ അതിനെക്കൊണ്ട് ആവശ്യമില്ല. ഉപ്പ് രസമില്ലാത്ത ഉപ്പ് നമ്മൾ വീട്ടിൽ വെച്ചേക്കോ? ഇല്ല. മധുരമില്ലാത്ത ശർക്കര വെക്കാത്തതുപോലെ. അതേപോലെ തന്നെ മനുഷ്യന്റെ ഏറ്റവും വലിയ ധർമ്മം പരോധർമ്മം. സഭൈ പുംസാം പരോധർമ്മോ ഏതോ ഭക്തരക്ഷജേ അഹൈതു അപ്രതിഹ ആത്മസുപ്രസിദ്ധി. ശ്രീമദ് ഭാഗവതം 1:326 പറയുന്നത്
പരോധർമ്മവും മനുഷ്യ ശരീരം കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ധർമ്മം പരധർമ്മം. പരം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത്. ആ ഏറ്റവും വലിയ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്തുവാ? കൃഷ്ണപ്രേമം. അത് ഈ ശരീരം കൊണ്ട് പറ്റുന്നില്ല ചെയ്യാനെങ്കിൽ കിം ഫലം? ഈ ശരീരം നമുക്ക് എന്തിനാണ് ഗോപികമാര് പറയുന്നത്? അപ്പൊ അവര് പരിഭവിക്കൽ എന്ത് കഴിഞ്ഞ് എങ്ങനെയാണ് പരിഭവിക്കുന്നത്? സഖി നോക്ക്, ഈ മാൻപേടകളൊക്കെ സ്ത്രീയോനിയിലാണ് പിറന്നിരിക്കുന്നത്. നമ്മളും സ്ത്രീയോനികളിലാണ്. അവര് വൃന്ദാവനത്തിലാണ്, നമ്മളും വൃന്ദാവനത്തിലാണ്. അവർ കൃഷ്ണന്റെ വേണുനാഥം കേട്ട് രസിക്കുന്നു, നമ്മളും രസിക്കുന്നു. എന്നാൽ അവർക്ക് കൃഷ്ണന്റെ അടുക്കൽ പോകാൻ കഴിയുന്നു, നമ്മൾക്ക് അതിന് കഴിയുന്നില്ല. തന്നെയല്ലേ ഏറ്റവും രസം? അവർക്ക് ദർശനം കൊടുക്കാൻ, ഈ വേണുനാഥം അവരെ കേൾപ്പിക്കാൻ കൃഷ്ണൻ വനത്തിൽ പോയിരിക്കുന്നു. നമ്മൾ ഇവിടെ സദാസമയം കൃഷ്ണനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നിട്ട് നമ്മളെ കാണാൻ കൃഷ്ണൻ വരുന്നില്ലല്ലോ. അപ്പൊ ആരാണ് ഭാഗ്യശാലികള്? കൃഷ്ണൻ സ്വയം ദർശനം കൊടുക്കാൻ വേണ്ടി, ഗോപികമാരുടെ ഭാഷ്യമാണിത്, ദർശനം കൊടുക്കാൻ വേണ്ടി വനത്തിൽ പോകുന്ന ഈ മാനുകൾക്കും മയിലുകൾക്കും കുയിലുകൾക്കും പശുക്കൾക്കും മൃഗങ്ങൾക്കും മറ്റു വൃക്ഷലതാദികൾക്കും ദർശനം കൊടുക്കാൻ കൃഷ്ണൻ വനത്തിൽ പോകുന്നു. നമ്മൾ ഇവിടെ കൃഷ്ണ 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 എന്ന് ജപിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾക്കൊരു ദർശനവുമില്ല, സൗഭാഗ്യമില്ല. പിന്നെ എന്തിനാ ഈ ശരീരം? എന്ത് മനോഹരമായിട്ടാണ് അവർ പറയുന്നത്. ഈ മാൻപേടയുടെ അടുക്കൽ പോയി കൃഷ്ണൻ വേണുനാഥം മുഴക്കുന്നത് പോലെ നമ്മുടെ അടുത്തൊന്ന് വന്നിരുന്നെങ്കിൽ എപ്രകാരം ഇമ വെട്ടാതെ ഈ മാൻപേടകൾ കൃഷ്ണനെ നോക്കുന്നത് പോലെ നമുക്കും ഒന്ന് നോക്കാൻ കഴിഞ്ഞെന്നെങ്കിൽ. പിന്നെ ഗോപികാഗീതത്തില് 15ാമത്തെ ശ്ലോകത്തിൽ എന്താ? അടതിയദ്ഭവാനഗ്നികാനനം ത്രുടിയുഗായതേ ത്വാമപശ്യതാം കുടിലകുന്തളം ശ്രീമുഖം ചതേ ജഡൗദീക്ഷതാം ഭസ്മകൃതാം ദൃശ്യല്ലേ? ഭസ്മകൃശാന്തൃ മറന്നുപോയത് ആ വരി. ജഡൗദീക്ഷതാം ആർക്കും അറിയാൻ പെട്ടെന്ന് പറഞ്ഞു. ജഡൗദീക്ഷതാം ഭസ്മകൃത് ദൃശ്യ. അപ്പൊ അതിനകത്ത് അവര് പറയുന്നത് അടതിയദ്ഭവൻ അഗ്നികാൻ, അങ്ങ് വനത്തിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് അങ്ങ് കാണാൻ പറ്റുന്നില്ല. ആ ചുരുണ്ട മുടിയുള്ള കറുത്ത ചുരുണ്ട മുടിയുള്ള മുഖം ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും കാണാൻ പറ്റുമ്പോഴോ ഈ സൃഷ്ടികർത്താവ് ഇതിനകത്തൊരു ഷട്ടർ വെച്ചേക്കുന്നത് കൊണ്ട് ആ സമയം പോലും ഞങ്ങൾക്ക് മിസ്സാകുന്നു. അത്ര അവര് ഭഗവാനെ കാണുന്നത് അതിനുവേണ്ടി അത്രയും പോലും സമയം അവർക്ക് വേസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഉദ്ധവ് ചെന്നിട്ട് നമ്മളത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഉദ്ധവ് ചെന്നിട്ട് ഇവരോട് പറയുന്നത് എന്താണ്? മനസ്സിൽ നിന്ന് കൃഷ്ണനെ നിങ്ങളൊന്ന് മാറ്റാൻ. അവർ പറയാൻ ഞങ്ങളും രാവിലെ മുതൽ അതാ പ്രാർത്ഥിക്കുന്ന, ഒന്ന് മാറ്റിയിട്ട് വേണം പശുവിനെ കറക്കാൻ. പറ്റുന്നില്ല. ആ ഗോപികമാരാണ് പറയുന്നത് നമ്മൾക്ക് കൃഷ്ണന്റെ അതുപോലെ ഈ ശ്രീമുഖത്തിന്റെ സൗന്ദര്യം എപ്രകാരം ഈ മാനുകൾക്ക് പാൻ ചെയ്യാൻ കഴിയുന്നു, അതേപോലെ നമുക്കൊന്ന് പാൻ ചെയ്യാൻ കഴിയുന്നില്ല. കൃഷ്ണൻ നമ്മുടെ അടുത്ത് ഒന്ന് വേണുനാഥം മുഴക്കിയിരുന്നെങ്കിൽ ഈ മാൻപകടകൾ ഇമപെട്ടാതെ കൃഷ്ണന്റെ സൗന്ദര്യം, മുഖ കാന്തി, ആ വേണുനാഥത്തിന്റെ മാധുര്യം ആസ്വദിക്കുന്നത് പോലെ നമുക്കും ആസ്വദിക്കാമായിരുന്നു. പക്ഷെ ആ ഭാഗ്യം ഇന്ന് നമുക്കില്ലാതെ പോയി. നമ്മളുടെ ഭർത്താക്കന്മാർ നമ്മുടെ കൂടെ വരുന്നില്ല, നമ്മളുടെ അടുക്കൽ കൃഷ്ണൻ വരുന്നില്ല, നമ്മൾ എടുക്കുന്ന കൃഷ്ണൻ വേദനാഥം മുഴക്കുന്നില്ല. സദാ കൃഷ്ണനെ മാത്രം സ്മരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളുടെ ഈ ശരീരം കൊണ്ട് എന്ത് ഫലം? ഈ മാനായിട്ടെങ്കിലും ജനിച്ചാൽ മതിയായിരുന്നു. അപ്പം 11ാമത്തെ ശ്ലോകത്തിന്റെ ഒരു സമ്മറി നമ്മൾ പറയുകയാണെങ്കിൽ, ഗോപികമാര് ഓരോ ഈ പ്രപഞ്ചത്തിലുള്ള ഓരോന്നിനെ കുറിച്ച് ഇനിയും പറയുന്നുണ്ട്. അവര് ആരെല്ലാം കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അതിനെ എല്ലാവരും അവര് ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഗ്ലോറിഫിക്കേഷൻ ചെയ്യുകയാണ്. ഇവർ അസൂയപ്പെടുക. നമ്മളത് മനസ്സിലാക്കണം. ഈ ശ്ലോകമില്ലായിരുന്നെങ്കിൽ ഈ മാനുകളുടെ ഭാഗ്യമോ ഈ ഓടക്കുഴിന്റെ ഭാഗ്യം, ഇനിയും വരാവുന്ന പശുക്കളുടെ ഭാഗ്യമോ ഗോവർദ്ധന്റെ ഭാഗ്യമോ ഒന്നും നമുക്ക് മനസ്സിലാകില്ലായിരുന്നു. അവർ ഓരോരുത്തരെ എണ്ണി പറഞ്ഞിട്ട് അവരെ ഗ്ലോറിഫൈ ചെയ്യണം. അവർക്ക് കൃഷ്ണനോടുള്ള പ്രേമത്തിന്റെയും കൃഷ്ണ ഈ പ്രപഞ്ചത്തിനോടുള്ള പ്രേമത്തിനും വർണ്ണിക്കുകയാണ് അവര്. നമുക്ക് തോന്നുന്നു അവരുടെ ഉള്ളിൽ അസൂയാണെന്ന്. അല്ല, അവർക്ക് ദുഃഖമോ അസൂയൊന്നുമല്ല, അവർക്ക് സന്തോഷം കൊണ്ട് അവരുടെ മനസ്സ് നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ്. ഓരോരുത്തരും കൃഷ്ണ ഇത്രയധികം സ്നേഹിക്കുന്നുണ്ടല്ലോ കൃഷ്ണ, അപ്പൊ ആ കൃഷ്ണനെ നമുക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞല്ലോ, ആ കൃഷ്ണൻ നമ്മളെ പ്രേമിക്കുന്നുള്ള സന്തോഷമാണ് അവരുടെ ഉള്ളിലുള്ളത്. നമുക്ക് തോന്നും അത് ഒരു ഇതാണ്, ഇവർക്ക് ഒരു ഇല്ല. അത് നമ്മളുടെ ആചാര്യന്മാർ പല വിധത്തിൽ ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇവര് പറയുന്നത് മൂഢഗതയോപി ഹരണ്യ, ഈ മാന്യകൾ, ഇത് ഞാൻ പറഞ്ഞു ഏതാന്നുള്ള വാക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട്. ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ നോക്ക്, കൃഷ്ണൻ നിൽക്കുന്ന വൃന്ദാവനത്തിനുള്ളിൽ ഇവര് ഗ്രാമത്തിലാണ്. അപ്പൊ ഈ മാൻ എന്ന് പറയുമ്പോൾ ഇവരുടെ ശരീരം കൊണ്ട് ഗ്രാമത്തിൽ അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും ശരി, മനസ്സുകൊണ്ട് കൃഷ്ണന്റെ അടുക്കലാണ്. അതുകൊണ്ടാണ് ഈ അല്ലെങ്കിൽ ആ മാനുകൾ എന്ന് പറയണമായിരുന്നു. ഈ മാനുകൾ ധന്യരാണ് നീച യോനിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിലും. കാരണം എന്താണ്? യാ നന്ദനന്ദന ഉപാത്ത വിചിത്ര വേഷം, ഈ ഭഗവാന്റെ വിചിത്രം ഇവിടെ സുന്ദരം എന്നുള്ള അർത്ഥം, സുന്ദരമായ ആകർഷകമായ
മനോഹരമായ വേഷം കണ്ടിട്ടും, മാത്രമല്ല ആഗറിന്റെ വേണു ലളിതം സംഘകൃഷ്ണ സാരം, ആ മാധുര്യം, ആ വേണുനാഥത്തിന്റെ മാധുര്യം കേട്ടിട്ട് അവർ കൃഷ്ണനെ പൂജിക്കുന്നു. എങ്ങനെയാ പൂജിക്കുന്നത്? പ്രണയാവലോകേ, പ്രണയം നിറഞ്ഞ കണ്ണുകൾ കൊണ്ട്, ആ കടക്കണ്ണുകൾ കൊണ്ട് അവർ കൃഷ്ണൻ പൂജിക്കുകയാണ്. ഇതാണ് 11ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം. നമുക്ക് 12ാമത്തെ ശ്ലോകത്തിലൂടെ ഇന്ന് നോക്കുന്നു, സമയമുണ്ട്. 12ാമത്തെ ശ്ലോകത്തിലൂടെ നമുക്കൊന്ന് നോക്കാം. ഞാൻ ആദ്യം ശ്ലോകം വായിക്കാം, ട്രാൻസ്ലേഷനും പർപ്പെട്ടും, പിന്നെ നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം. കൃഷ്ണം നിരീക്ഷ വനിതോത്സവരൂപശീലം ശ്രുത്വാ ചതുത്കൊണിത വേണു വിഭക്തഗീതം ദേവ്യോ വിമാനഗതയഃ സ്മരനുന്നസാര പ്രശ്യത് പ്രസൂനകബര മുമോഹുർവിനീവ്യ. അതിന്റെ ട്രാൻസ്ലേഷൻ ആദ്യം വായിക്കണം, പിന്നെ ഇത് വായിക്കണം. കൃഷ്ണന്റെ സൗന്ദര്യവും സ്വഭാവവും എല്ലാ സ്ത്രീജനങ്ങൾക്കും ഉത്സവമായി ഭവിച്ചു. വിമാനത്തിലേറി ഭർത്താക്കന്മാരോടൊപ്പം ആകാശമാർഗത്തിൽ സഞ്ചരിക്കുന്ന ദേവസ്ത്രീകൾ ഭഗവാനെ കാണുകയും അദ്ദേഹത്തിന്റെ വേണുഗാനം ശ്രവിക്കുകയും ചെയ്യുമ്പോൾ കാമദേവൻ അവരുടെ ഹൃദയങ്ങളെ ചഞ്ചലമാക്കുകയും അവരുടെ മുടിയിൽ ചൂടിയ പൂക്കൾ അടരുകയും മടിക്കുത്തഴിയുകയും ചെയ്യുമാറ് അവർ മോഹിതരാവുകയും ചെയ്യും. ഇനി അതിന്റെ പർപ്പെട്ട് ചില പ്രഭാത് എഴുതിയിരിക്കുന്നു, അതുകൂടെ വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. പ്രഭാതിന്റെ പർപ്പെട്ട് മാത്രം മതി നമുക്ക്. കൃഷ്ണന്റെ അതീന്ദ്രമായ വേണുഗാനം പ്രപഞ്ചത്തിന്റെ എല്ലാ മുക്കിലും വ്യാപിച്ചിരിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. ഇവിടെ ആകാശത്തിൽ പറക്കുന്ന വിവിധതരം വിമാനങ്ങളെ കുറിച്ച് ഗോപികർ മനസ്സിലാക്കിയിരുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് നോക്കിക്കേ, ഈ ദേവീദേവന്മാരിൽ പോകുന്ന വിമാനങ്ങൾ, എല്ലാ ദേവീദേവന്മാർക്കും വിമാനങ്ങളുണ്ട്, ആ ആധ്യാത്മ ലോകത്തിൽ പോകുന്ന ഭക്തർക്കും ഉണ്ട്. ഇത് ഭൂമിയിൽ നിന്ന് ആർക്കും കാണാൻ പറ്റില്ല, അദൃശ്യമാണ്. പക്ഷെ ഇവിടെ നിന്ന് ഗോപികമാർ പറയുമ്പം അവരെങ്ങനെ അത് മനസ്സിലാക്കി? നോക്കിക്കേ, അവരുടെയൊക്കെ ആധ്യാത്മിക തലങ്ങൾ എന്താണ്. അതായത് ഗോപികമാർ മനസ്സിലാക്കിയിരുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാണ് കൃഷ്ണ പരമ ദിവ്യോത്ത് പുരുഷൻ എന്ന ഗ്രന്ഥത്തിൽ ശ്രീല പ്രഭുപാദ് അഭിപ്രായപ്പെടുന്നത്. തങ്ങളുടെ ഭർത്താക്കന്മാരുടെ മടിയിലിരിക്കവേ തന്നെ കൃഷ്ണന്റെ മുരളീരവം കേട്ട ദേവസ്ത്രീകൾ മനസ്സിളകിയവരായി തീർന്നു. അപ്പോൾ പിന്നെ തങ്ങളുടെ തന്നെ ഗ്രാമത്തിലെ ഗോപകുമാരനും സ്വാഭാവികമായി തങ്ങളുടെ സ്നേഹത്തിന് ഭാജനവുമായി കൃഷ്ണനോട് തങ്ങൾക്ക് തോന്നുന്ന പ്രേമാകർഷണത്തെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലെന്നാണ് ഗോപികമാർ ചിന്തിക്കുന്നത്. ഇവിടെ വളരെ മനോഹരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ദേവസ്ത്രീകള് ദേവന്മാരുടെ മടിയിലിരുന്ന് വിമാനത്തിൽ യാത്ര ചെയ്യുകയാണ്. സ്വന്തം ഭർത്താവിന്റെ മടിയിലിരുന്ന ഈ സ്വർഗലോക സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ദേവസ്ത്രീകൾക്ക് കൃഷ്ണനോട് അനുരാഗം തോന്നിയിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് നിന്ന് കൃഷ്ണനെ സ്പർശിക്കുന്ന, കൃഷ്ണനെ കാണുന്ന നമ്മുടെ ഉള്ളിൽ അനുരാഗം എന്നതിന് ആരും കുറ്റപ്പെടുത്തുന്ന കാര്യമില്ല. ഇൻഡയറക്റ്റ്ലി അവരെ തന്നെ ജസ്റ്റിഫൈ ചെയ്തു. അതാണ് പ്രഭുപാദ് പറഞ്ഞിരിക്കുന്നത്. ദേവസ്ത്രീകൾ പോലും കൃഷ്ണനെ ചൊല്ലി ഉന്മത്തരാവുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വന്തം ഗ്രാമത്തിൽ പാവപ്പെട്ട ഈ ഇടയ പെൺകുട്ടികൾ ആ മുതലാളി കടശകൾ കണ്ടും വേണുഗാനം ശ്രമിച്ചും തങ്ങളുടെ ഹൃദയം പോകാൻ സമ്മതിക്കും. എന്താണ് തെറ്റ്? ഇനി ആരെങ്കിലും ചോദിക്കുകയാണ് ഇവരൊക്കെ വിവാഹിതരല്ലേ, ഇവർക്ക് കൃഷ്ണനോട് അനുരാഗം തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ കൃഷ്ണൻ ആൾ അട്രാക്റ്റീവ് ആണ്. പിന്നെ ദേവസ്ത്രീകൾക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ ഈ ഗ്രാമത്തിൽ ചെറിയ ഇടയ പെണ്ണുങ്ങളായി നമ്മളുടെ കാര്യം പറയാനുണ്ടോ? തങ്ങളുടെ ഭക്തിമാരുടെ കൃഷ്ണനോടുള്ള ആകർഷണം കണ്ടിട്ടും ദേവന്മാർ അസൂയാലുക്കളായില്ലെന്നതും ഗോപികമാർ കണക്കിലെടുക്കുന്നു. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇവിടെ കമ്പാരിഷൻ ചെയ്യാണ് അവര്. തങ്ങളുടെ ഭർത്താക്കന്മാർ വീടിന് വെളിയിൽ വിടുന്നില്ല, ഇവിടെ ദേവന്മാര് സന്തോഷിക്കുന്നു, ആനന്ദിക്കുന്നു. എപ്രകാരം? മാൻപേടകൾ ചെയ്ത പോലെ തന്നെ. ബുദ്ധിയിലും സംസ്കാരത്തിലും ഏറെ മുന്നേറിയവരെ ദേവന്മാർ കൃഷ്ണനെ കാണാൻ പോകുമ്പോഴെല്ലാം വിമാനങ്ങളിൽ ഭാര്യമാരെയും കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. അതിനാൽ ഗോപികമാർ ചിന്തിച്ചത് ഇങ്ങനെ: തങ്ങളുടെ ഭർത്താക്കന്മാരാകട്ടെ അസൂയാലുക്കളാണ്. ആരോട്? കൃഷ്ണനോട് അസൂയാലുക്കളാണ്. അധമ പ്രാണി വർഗത്തിൽപ്പെട്ട മാൻപേടകൾ ഞങ്ങളെക്കാൾ ഭേദമാണ്. ദേവന്മാരാകട്ടെ വളരെ ഭാഗ്യം ചെയ്തവരും. നമുക്ക് നടുക്കു നിൽക്കുന്ന ഈ മനുഷ്യജീവായ ഞങ്ങളാണ് ഏറ്റവും നിർഭാഗ്യവതികൾ. എന്താണ് അവർ പറഞ്ഞത്? ആദ്യം നമുക്ക് ഈ മാനുകളെ കുറിച്ച് പറഞ്ഞു. അവരുടെ ഭർത്താക്കന്മാർക്ക് സന്തോഷം, അവര് കൃഷ്ണന്റെ പാതാരവിന്ദങ്ങളിൽ പ്രേമ അവലോകനം ചെയ്യുമ്പോൾ. അപ്പൊ ഒരുപക്ഷെ നമ്മൾ പറയാം അത് മൃഗങ്ങളാണ്, അവർക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ ഏറ്റവും ഉന്നതരായ ദേവന്മാരെ പോലും ദേവസ്ത്രീകളിൽ കൃഷ്ണയുടെ അനുരാഗം തിന്നിട്ട് അവർക്ക് അസൂയ തോന്നിയില്ല. ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കുള്ള നമ്മളുടെ ഗതിയോ? അതാണ് അവര് ചിന്തിക്കുന്നത്. ഇനി നമുക്ക് ശ്ലോകത്തിൽ കിടക്കാം. അപ്പം കൃഷ്ണന്റെ വേണുനാഥത്തിന്റെ മാധുര്യവും അപമ സൗന്ദര്യത്തിലും ആകൃഷ്ടരായ ഭഗവാന്റെ വേണുവിനെയും കൃഷ്ണന്റെ സാന്നിധ്യമുള്ള വൃന്ദാവനത്തിനെയും കുറിച്ച് നമ്മൾ നേരത്തെ ആ വൃന്ദാവനത്തിൽ ലീലകളെയും കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു, അല്ലെ? പ്രളയ കടാക്ഷം കൊണ്ട് കൃഷ്ണ സൗന്ദര്യത്തിന്റെ അമൃതം പാനീയ മാനുകളെ കുറിച്ചും വർണ്ണിച്ചതിന് ശേഷം, അതായത് ആലോചിച്ച് നോക്കുക, 9ാമത്തെ ശ്ലോകത്തിൽ ശ്രീമതി രാധാറാണി വേണുവിനെ കുറിച്ച് വർണ്ണിച്ചു, വേണുവിന്റെ സൗഭാഗ്യത്തിനെ കുറിച്ച് വർണ്ണിച്ചു. അത് കഴിഞ്ഞ് 10ാമത്തെ ശ്ലോകത്തില് ലളിതാ സഹി
വൃന്ദാവനത്തിന്റെ സൗഭാഗ്യം. എന്തിനല്ലേ പിന്നെ രാധാറാണിയോട് ചോദിക്കുന്നത്, എന്തിനാണ് വിഷമിക്കുന്നത്? ഈ വൃന്ദാവനമാണ് ഈ സൃഷ്ടിയിൽ ഏറ്റവും ധന്യമായ, ആ വൃന്ദാവനത്തെ റാണിയാണ് നീ. അങ്ങനെ രാധയെ സമാശ്വസിപ്പിച്ചു. ശേഷം 11ാമത്തെ ശ്ലോകത്തിൽ വേറൊരു ഗോപികയാണ് പറയുന്നത്, ഈ മാന്റെ ഭാഗ്യം കണ്ടോ. അപ്പം വേണു ജീവനില്ലാത്തത്. അപ്പൊ ആർക്കെങ്കിലും പറയാതെ ജീവനില്ലാത്തതാണോ, അത് എന്താണ് ഇതാണെന്ന് പറയാം. അപ്പൊ അതിനേക്കാൾ ചേതന കൂടിയതും ജീവനുള്ളതും എന്നാൽ ഏറ്റവും ബുദ്ധിയില്ലാത്ത മാനുകളെ കുറിച്ച് പറഞ്ഞു. ശേഷം ഇനി ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും ഉന്നതമായ ദേവി ദേവതകളെ കുറിച്ച് പറയുന്നു. ഇനി അടുത്ത ശ്ലോകത്തിൽ പശുവിനെ കുറിച്ചാണ് പറയുന്നത്. ഇവർ ഓരോരുത്തരെയും കുറിച്ച് പറയുമ്പോഴും അവർ സ്വയം അവരുമായിട്ട് താരതമ്യം ചെയ്യുകയാണ്, അവരെ തന്നെ അവരുമായി താരതമ്യം ചെയ്യുകയാണ്. അപ്പൊ ഇവിടെ സാധാരണ അപ്പൊ ഓരോ ശ്ലോകത്തിന്റെ ആ ഗതി മനസ്സിലാക്കുക. ആദ്യത്തെ ശ്ലോകത്തിൽ വേണുവിനെ കുറിച്ച് പറഞ്ഞു, ആ ഫ്രസ്ട്രേഷൻ ഉണ്ടായപ്പം സമാധാനിപ്പിക്കാൻ വേണ്ടി വൃന്ദാവനത്തിനെ കുറിച്ച് പറഞ്ഞു. കാര്യം വൃന്ദാവനത്തെ റാണിയാണ്, നീ വേണുവിനോട് പോകാൻ പറ, ആ രീതിയിൽ പറഞ്ഞു. അത് കഴിഞ്ഞ് മാനെ കുറിച്ച് പറഞ്ഞു. അവ മൃഗങ്ങളായി, ദേവീദേവതനുമായി, ഇനി പശു, ഇങ്ങനെ പോകുന്നുണ്ട് ഇനി. അപ്പൊ ഇവിടെ സാധാരണ മനുഷ്യരെ കുറിച്ച് പക്ഷിമൃഗങ്ങളെ കുറിച്ച് അല്ല പറയുന്നത്, പിന്നെയോ ദേവീ ദേവതകളെ കുറിച്ചാണ് പറയുന്നത്. ശ്ലോകം ആരംഭിക്കുന്നതാണ് കൃഷ്ണം. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ, ഓൾ അട്രാക്റ്റീവ്, എല്ലാവരെയും ആകർഷിക്കുന്ന സുപ്രീം ലോഡ്. അപ്പൊ ഇവരെന്താ ചെയ്തത്? കൃഷ്ണം നിരീക്ഷ. കൃഷ്ണം നിരീക്ഷ, നിരീക്ഷിക്കുക, കാണുക, രണ്ട് വാക്ക്, രണ്ടിനും നമ്മൾ വ്യത്യാസം ആരെങ്കിലും പറയാം പെട്ടെന്നൊന്ന്. നിരീക്ഷിക്കുക, കാണുക, അല്ലെങ്കിൽ നോക്കുക. ഇതിന്റെ വ്യത്യാസം ഒന്ന് പറയാമോ? ഹരേ കൃഷ്ണ, ആരെങ്കിലും പറഞ്ഞാൽ മതി. ഹരേ കൃഷ്ണ. നിരീക്ഷിക്കാന്ന് വെച്ചാല് കണ്ടു മനസ്സിലാക്കുക, കണ്ടു മനസ്സിലാക്കുക. നിരീക്ഷണം എന്ന് വെച്ചാല് ശരിയാണ്, കണ്ടു മനസ്സിലാക്കുക. കാണുക എന്ന് വെച്ചാൽ വെറുതെ കാണുക. വെറുതെ കാണുക. അതിനകത്ത് നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കുന്നില്ല, വെറുതെ ഒന്ന് നോക്കുന്നേ ഉള്ളൂ. സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നതിനാണ് നിരീക്ഷ, സൂക്ഷ്മമായിട്ട് കാണും. അപ്പൊ കൃഷ്ണം നിരീക്ഷ. ആരാ? വനിത. വനിത എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ, എല്ലാ സ്ത്രീകൾ. ഇവിടെ വനിതാഹ, വനിതാഹ എന്ന് പറയുമ്പോൾ ഫുൾ ഫോം ആണ്. എന്നിട്ടോ ഉത്സവം, അവരുടെ ഉള്ളിൽ ഉത്സവം എന്ന് പറഞ്ഞാൽ ആഘോഷം, അവരുടെ ഉള്ളിൽ സന്തോഷം, അവരുടെ ഉള്ള ഒരു സന്തോഷം, ആനന്ദം നിറഞ്ഞു ഒഴുകി. എന്ത് കണ്ടിട്ടാ? കൃഷ്ണന്റെ രൂപശീലം. രൂപം എന്ന് പറഞ്ഞാൽ കൃഷ്ണന്റെ മനോഹരമായ രൂപം, ശീലം എന്ന് പറഞ്ഞാൽ സ്വഭാവം. അത് നമുക്ക് ചർച്ച ചെയ്യാം. മാത്രമല്ല, ഇത് മാത്രമല്ല, രൂപം കണ്ടു. ശ്രുത്വ, ശ്രുത്വ പറഞ്ഞാൽ കേട്ടിട്ട്. എന്ത്? ശ്രുത്വ, ശ്രുത്വ എന്ന് പറഞ്ഞാൽ കേൾക്കുക, ശ്രുത്വച്ച കേൾക്കുക. തത് കൊണിത വേണു വിഭക്ത ഗീതം. തത് അതെന്ന് പറഞ്ഞാൽ കൃഷ്ണന്റെ കൊണിത, ശബ്ദിക്കപ്പെട്ട, ഊതിയ, വേണു വിഭക്ത ഗീതം. വിഭക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ വളരെ മനോഹരമായ, ശക്തമായ, ദൃഢമായ, യാതൊരുവിധ ചഞ്ചലമില്ല, നോട്ടൊക്കെ അതേപോലെ വായിച്ച വേണുഗീതം കേട്ടിട്ടും കൃഷ്ണന്റെ രൂപശീലം കണ്ടിട്ടും. ഇതാണ് ആ രണ്ട് ശ്ലോകത്തിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ ആരാണ് നിരീക്ഷിച്ചത്? വനിത. അത് ഏത് വനിതകളാണ്? നമ്മുടെ വനിതാ സമാജമൊന്നും അല്ല. ദേവ്യ വിമാനഗതയ, അതായത് വിമാനത്തിൽ സഞ്ചരിക്കുന്ന ദേവന്മാരുടെ മടിയിലിരിക്കുന്ന ദേവിമാർ. മടിയിരിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ആചാര്യന്മാര് പറഞ്ഞാണ്, ശ്ലോകത്തിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ ദേവന്മാരുടെ മടിയിലിരിക്കുന്ന ദേവസ്ത്രീകൾ കൃഷ്ണന്റെ രൂപ സൗന്ദര്യം കണ്ടിട്ടും കൃഷ്ണന്റെ സ്വഭാവ വിശേഷം കണ്ടിട്ടും. നോക്ക്, പിന്നെ പാലാഴി മദനത്തില് ലക്ഷ്മിദേവി പ്രത്യക്ഷപ്പെട്ടപ്പം എല്ലാവരും കോളറും ടൈറ്റ് ചെയ്ത് മുടിയൊക്കെ ചീകി അല്ല കുട്ടപ്പനായിട്ട് നിന്നു. മാല എനിക്കിട്ട് ഒരു മാല ഇട്ടേരി എന്ന് പറഞ്ഞു. അസുരന്മാരെ എല്ലാവരെയും നോക്കിയിട്ട് ദേവി തിരിച്ച് ദേവന്മാരുടെ നിൽക്കുന്നു. എല്ലാ ദേവന്മാരും നിൽക്കുന്നുണ്ട്, എല്ലാം സുന്ദരന്മാരാണ്. എല്ലാരെയും കണ്ടിട്ട് അവസാനം പോയിട്ട് ആർക്കായിട്ടത്? നാരായണൻ. കാരണം എന്താ? ഈ ദേവന്മാരൊക്കെ ഈ ഭൗതിക ശരീരം ഇവിടെ ഉപേക്ഷിക്കാനുള്ളവരാണ്. ഇവരൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഇവർ ഈ ശരീരം ഉപേക്ഷിക്കണേ, ലോകം ഉപേക്ഷിക്കണം. ഇവരുടെ ഉള്ളിലൊക്കെ സ്വാർത്ഥതയുണ്ട്, കാമമുണ്ട്. അതൊന്നുമില്ലാത്ത രൂപം ഏതായിരുന്നു? നാരായണന്റെ രൂപമായിരുന്നു. അതുകൊണ്ടാണ് ലക്ഷ്മി നാരായണന് വർണ്ണമാല്യം അണിയിച്ചത്. അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞത് വിമാനത്തിൽ നിന്നിരിക്കുന്ന ദേവീദേവതന്മാർ ഭഗവാന്റെ രൂപം മാത്രമല്ല, സ്വഭാവം, ഭഗവാന്റെ ഗുണം, അതും അവർ മനസ്സിലാക്കിയിട്ട് അവരെന്താ ചെയ്തത്? നോക്കാം. അതിനോടൊപ്പം തന്നെ ശ്രുത്വചൊണിത വേണു വിഭക്ത ഗീതം. അതായത് വിമാനത്തിൽ സഞ്ചരിക്കുന്ന ദേവീദേവതന്മാർ ഭഗവാന്റെ രൂപവും ഗുണവും ശീലവും കണ്ടിട്ട് മാത്രമല്ല, ഭഗവാനാൽ പ്ലേ ചെയ്യാന്നൊന്നും മലയാളത്തിൽ പെട്ടെന്ന് കിട്ടില്ല. ഭഗവാനാൽ ശബ്ദിക്കപ്പെട്ട വേണുവിന്റെ മാധുര്യനാദവും കൂടി കണ്ടിട്ട് അതായത് അവരുടെ ഹൃദയത്തിൽ ആ സമയത്ത്
സ്മര സ്മര എന്ന് പറഞ്ഞാൽ കാമദേവൻ. കാമദേവൻ അവരുടെ ഹൃദയത്തിൽ മാധുര്യ പ്രേമത്തിന്റെ അലകൾ അടിപ്പിച്ചു, മാധുര്യ പ്രേമത്തിന്റെ കൊടുങ്കാറ്റടിപ്പിച്ചു. അതായത് നാച്ചുറലി എല്ലാ ജീവാത്മാക്കളും ഈ ദേവീദേവതരം ജീവാത്മാക്കളാണ്. അവരുടെ ഉള്ളിൽ കൃഷ്ണപ്രേമത്തിന്റെ ഭണ്ഡാർ നിറഞ്ഞിരിക്കുകയാണ്. കൃഷ്ണപ്രേമം കാരണം എന്താണ്? മമൈവാംശോ ജീവലോകം, നമ്മളെല്ലാം ഭഗവാന്റെ പരമാത്മാന്റെ അംശമായതുകൊണ്ട് ആ പരമാത്മാവിന്റെ ഗുണം ഏതാണ്? ഗുണം സച്ചിദാനന്ദ രൂപത്തിന്റെ ആനന്ദം, സത്ത്, ചിത്ത് ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിലുണ്ട്. ഭൗതിക ലോകത്തിൽ മായയുടെ പെട്ടതുകൊണ്ട് നമുക്കത് പ്രകടമാകുന്നില്ല. പക്ഷെ ആ സമയത്ത് ആ ദേവീതന്മാരുടെ ഉള്ളിൽ ഈ കാമദേവൻ ആ സച്ചിത്താനന്ദത്തിൽ ആനന്ദത്തിന് എടുത്തിട്ട് കൊടുത്തു. കൃഷ്ണനെ കാണുമ്പോഴുള്ള ആനന്ദം, കൃഷ്ണനെ കേൾക്കുമ്പോഴുള്ള, കൃഷ്ണനെ കുറിച്ച് കേൾക്കുമ്പോഴുള്ള ആനന്ദം, ഈ ആനന്ദം കൃഷ്ണനുള്ള വാക്ക് കേൾക്കുമ്പോഴുള്ള ആനന്ദം, അവർ സാക്ഷാൽ കൃഷ്ണനെ കാണുന്നു, കൃഷ്ണ രൂപം കാണുന്നു, കൃഷ്ണ സ്വഭാവം, കൃഷ്ണന്റെ ശീലം, കൃഷ്ണന്റെ വേണുനാഥം കേട്ടപ്പോൾ അവരുടെ ഉള്ളിൽ, അവരുടെ മനസ്സിനുള്ളിൽ ആ ആനന്ദം അലയടിച്ചു, ആനന്ദത്തിന്റെ കൊടുങ്കാറ്റ് അലയടിച്ചു. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ അതായത് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തുവാണ് പറഞ്ഞത്? പ്രശ്യത് പ്രസൂനകബര മുരുഹൂർ മുമുഹൂർ വിനീവ്യ. പ്രശ്യത് എന്ന് പറഞ്ഞാൽ വീഴുകയാണ്. എന്താ വീഴുന്നത്? പ്രസൂന കബര. പ്രസൂന കബര എന്ന് പറഞ്ഞാൽ, കബര എന്ന് പറഞ്ഞാൽ ചൂടിയ പൂക്കൾ, തലമുടിയിൽ ചൂടിയ പൂക്കൾ താഴെ വീഴുന്നു. മുമുഹൂർ വിനീവ്യ, അവരുടെ വസ്ത്രങ്ങൾ സ്ഥാനം തെറ്റി, അവരറിയുന്നില്ല, അവരെ തന്നെ മറന്നുപോയി. അപ്പൊ ഇതെന്താണ് കാരണം? എന്തായിരുന്നു? അതായത് കൃഷ്ണന്റെ സുന്ദര മുഖകാന്തി കണ്ടിട്ടും ആ വേണുനാഥന്റെ മാധുര്യം നുണഞ്ഞിട്ടും കൃഷ്ണനെ, അതായത് ഈ പറഞ്ഞതൊക്കെ അവർ സുസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്, ചുമ്മാതെ കാണുകയല്ല, സുസൂക്ഷ്മം നിരീക്ഷിച്ചിട്ടും അവരുടെ ഹൃദയത്തിൽ കാമദേവന്റെ അസ്ത്രങ്ങളാൽ മാധുര്യപരമ അലയടിച്ചു. ആ അലയടിച്ചപ്പോൾ അവരുടെ ഉള്ളിൽ കൃഷ്ണവിരഹത്തിന്റെ വേദനയും ആദ്യമായിട്ട് അനുഭവപ്പെട്ടു. കൃഷ്ണവിരഹത്തിന്റെ വേദനയ്ക്ക് മാധുര്യമുണ്ട്. നമുക്കിപ്പോ നമ്മളുടെ ആരെങ്കിലും ബന്ധപ്പെട്ടവരുടെ വിരഹത്തിൽ നമ്മൾ വേദിക്കുള്ളൂ കൃഷ്ണവിരഹം. അതായത് വൃന്ദാവനത്തിലെ ഗോപികമാർ ഏറ്റവും കൂടുതൽ കൃഷ്ണ പ്രേമം അനുഭവിച്ചപ്പോഴാണ് കൃഷ്ണൻ വൃന്ദാവനം വിട്ടു പോയതിനു ശേഷമാണ്. കൃഷ്ണൻ അത് പറയുന്നുണ്ട്. അവരുടെ ആ പരം കാഷ്ടിൽ എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്തെങ്കിലും സുലഭമായിട്ട് ലഭിക്കുമ്പോൾ അതിനോടുള്ള ആകർഷണം നമുക്ക് കുറയും. വീടിനടുത്ത അമ്പലമാണെങ്കിൽ പറയും ഉച്ചയ്ക്ക് പോവാം, അല്ലെങ്കിൽ വൈകിട്ട് പോവാം, ഉച്ചയും വൈകും കഴിയും പറയും നാളെ പോവാം, ഇല്ല സൺഡേക്ക് പോകാന്ന് പറയും. ദൂരെയാണെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പോകും. അതേപോലെ തന്നെ അപ്പൊ ഇവിടെ അവർ കൃഷ്ണ സസൂക്ഷ്മം നിരീക്ഷിച്ചപ്പോൾ കണ്ട കാര്യങ്ങൾ അവരുടെ ഉള്ളിൽ അങ്ങനെ അങ്ങോട്ട് വിടുമ്പോൾ തന്നെ കാമദേവന്റെ അസ്ത്രങ്ങളെ അവരുടെ ഹൃദയത്തിൽ മാധുര്യ പ്രേമത്തിന്റെ കൊടുങ്കാറ്റടിച്ചു. അവർക്ക് അതിനോടൊപ്പം തന്നെ കൃഷ്ണൻ ആദ്യമായിട്ട്, ഇതുവരെ കൃഷ്ണവിരഹത്തിന്റെ വേദന അവർ അറിഞ്ഞിട്ടില്ല. കൃഷ്ണനോട് അവർക്ക് ഇത് തോന്നിയിട്ടില്ല. കാരണം അവർ ദേവലോകത്തിലാണ് ജീവിക്കുന്നത്, അടിച്ചു പൊളിച്ച് കളിച്ച് ജീവിക്കുകയാണ്. ആദ്യം നോക്കി ഈ ദേവസ്ത്രീകൾ കൃഷ്ണനെ കാണുമ്പോൾ കൃഷ്ണനോടൊപ്പം തന്റെ സഖമാരുണ്ട്. അതായത് ഗോപന്മാര് കൃഷ്ണൻ അവിടെ നിൽക്കുന്ന വൃന്ദാവനത്തിലാണ് നിൽക്കുന്നത്. ഇപ്പൊ ദേവസ്ത്രീകൾ ആകാശത്തിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കൃഷ്ണനുണ്ട്, കൃഷ്ണയുടെ സഖാമാരുണ്ട്, പശുക്കളുണ്ട്, മാൻപേടകളുണ്ട്, മയിലുകളുണ്ട്, കുയിലുകളുണ്ട്. ഇവരൊക്കെ കൃഷ്ണന്റെ അടുത്ത് നിൽക്കുകയാണ്. അവരൊക്കെ കൃഷ്ണൻ തലോടുന്നു, കൃഷ്ണൻ തലോടുന്നു. അവരൊക്കെ പ്രേമാവലോകനം ചെയ്യുന്നു കൃഷ്ണനെ. കൃഷ്ണന്റെ പാദങ്ങൾ നക്കി തുടയ്ക്കുന്നു. പ്രേമപൂർവ്വം അവരൊക്കെ കൃഷ്ണനെ ആലിംഗനം ചെയ്യുന്നു, കൃഷ്ണൻ അവരെ ആലിംഗനം ചെയ്യുന്നു. അപ്പൊ ഈ ദേവസ്ത്രീകൾ ചോദിക്കുകയാണ്, എപ്രകാരം ഗോപികമാര് ചോദിച്ചോ അതേപോലെ ഈ ദേവസ്ത്രീകൾ ചോദിക്കുകയാണ്, എന്തിനാണ് നമുക്ക് ഈ ദേവജന്മം കിട്ടിയത്? ഈ ദേവസ്ത്രീകളുടെ ജന്മം കിട്ടിയിട്ട് എന്ത് ഫലം? കുറെ സോമരസം കുടിച്ചിട്ട് ഈ ദേവന്മാരുടെ അവരോടൊപ്പം ചേരുക എന്നുള്ളതല്ലാതെ ഈ സൗഭാഗ്യമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതൊക്കെ വെറും തുച്ഛമാണ്. അപ്പൊ അതായത് വൃന്ദാവനത്തിലെ ഗോപികമാരായിട്ട്, അപ്പൊ ഗോപികമാർക്കും ദൂരെ നിന്നിട്ട് കൃഷ്ണനെ കാണാൻ പറ്റുന്നുണ്ട് സദാസമയം. നമുക്ക് ഒരു സൗഭാഗ്യം ഇപ്പൊ ഇങ്ങനെ കിട്ടിയെന്നേ ഉള്ളൂ എന്ന് നമുക്ക് കൃഷ്ണനെ കാണാം. കാര്യം ദേവന്മാരുടെ അവരുടെ ലോകത്താണ്. ഇപ്പൊ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയപ്പോ കണ്ടതാണ്. അപ്പൊ നമ്മളെക്കാൾ ഭേദമാണ് ഗോപസ്ത്രീകൾ, അവരെക്കാൾ ഭേദമാണ് ബാക്കിയുള്ളവരൊക്കെ. കാര്യം അവർക്ക് എപ്പോഴും കൃഷ്ണന്റെ സാമീപ്യം കിട്ടുന്നുണ്ട്. കൃഷ്ണ അതായത് ഈ ദേവി ദേവതമാരായിട്ടൊക്കെ ജനിച്ചിട്ട് എന്തൊക്കെയും ഫലം നമുക്ക് ഈ വൃന്ദാവനത്തിൽ നോക്കവേ. ശിവൻ പറഞ്ഞത് എന്താണ്? ശിവന്റെ നന്ദ ഗോപീശ് അല്ലേ? എന്താ പേര് പ്രഭുജി? വൃന്ദാവനത്തിലെ ശിവന്റെ പേരെന്താ? ഗോപേശ്വർ മഹാദേവ്. മഹാദേവ്. ബ്രഹ്മാവ് അവിടെയുണ്ട്, ശിവനുണ്ട്, ലക്ഷ്മി ദേവിയുണ്ട്. വൃന്ദാവനത്തില് ആ ബ്രഹ്മാവ് എന്താ പറഞ്ഞത്? എനിക്കൊരു പുൽക്കൊടിയായിട്ടെങ്കിലും ഇവിടെ ജനിച്ചാൽ മതി. ഉദ്ധവര് പറഞ്ഞ എന്താണ്? എനിക്കിവിടെ ഒരു പുൽക്കൊടിയായിട്ട് ജനിച്ചാൽ മതി. ഈ ഗോപികമാരുടെ പാദരേണുക്കൾ എന്റെ തലയിൽ പറഞ്ഞാൽ എനിക്ക് ശുദ്ധം ആകുന്നു.
അപ്പൊ വൃന്ദാവനത്തിലുള്ള ഓരോ ചെടികളും ഓരോ വൃക്ഷങ്ങളും ഓരോ മൃഗപക്ഷിലല്ലാദികളും സൗഭാഗ്യം ചെയ്തവരാണ്. നമ്മൾ ഈ വിമാനത്തിൽ കറങ്ങി നടന്നിട്ട് എന്ത് ഫലം? അതാണ് ഈ ദേവസ്ത്രീകൾ പറയുന്നത്. അപ്പൊ അവര് പറയുന്നത്, നമുക്ക് ഈ വൃന്ദാവനത്തിൽ ഒരു ജന്മം കിട്ടിയിരുന്നെങ്കിൽ, ഗോപികമാരായിട്ടോ എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ, എവിടെയെല്ലാം കൃഷ്ണന്റെ പാതാരബിന്ദങ്ങൾ പതിഞ്ഞിട്ടുണ്ടോ അവിടൊക്കെ നമുക്ക് ഓടി നടക്കാമായിരുന്നു, അവിടൊക്കെ നമുക്ക് കിടന്ന് ഉരുളാമായിരുന്നു, നമുക്കും കൃഷ്ണനെ വിമപെട്ടാതെ കൃഷ്ണനെ മാത്രം നോക്കി നിൽക്കാമായിരുന്നു. ഗോപികമാരെ പോലെ നമുക്കും കൃഷ്ണനെ മാറോട് ചേർക്കാമായിരുന്നു. പക്ഷെ ദൗർഭാഗ്യകരമായിട്ട് നമ്മള് ദേവതമാരുടെ കുലത്തിൽ ജനിച്ചു. നമുക്ക് ഇതിന്റെ ആ ഡെപ്ത് മനസ്സിലാക്കുക. സാധാരണ മൃഗങ്ങളെ കാണുമ്പോൾ നമ്മൾ നികൃഷ്ട ജീവിയായിട്ടാണ് പറയുന്നത്, മൃഗജീവൻ. ദേവീദേവതമാരുടെ ജന്മം ഏറ്റവും ഉത്തമമായിട്ടാണ് പറയുന്നത്. പക്ഷെ ഈ ഗോപികമാരുടെ വർണ്ണന എന്താണ്? നമ്മളെക്കോളെ എത്രയോ ഭാഗ്യം ചെയ്തവരാണ് ഈ പശുക്കളും മാനികളും മൃഗങ്ങളും ഒക്കെ. ഈ ഏറ്റവും മുകളിലുള്ള ദേവീദേവതമാരെന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെയാക്കി കാണിച്ചു. എന്തിനാണ് ഈ ജന്മം? പക്ഷെ എത്രയോ നമ്മൾ ചോദിക്കുന്നത് പശുക്കളോടും പട്ടികളോടും പൂച്ചകളോടും നമ്മൾ ചോദിക്കുന്നത് എന്താണ്? എന്തിനാണ് ഈ ജന്മം? പക്ഷെ ദേവീദേവന്മാരോട് ചോദിക്കുന്നു, എന്ത് ജന്മം? പക്ഷെ ഗോപികമാരെ കൃഷ്ണഭക്തിയുടെ പരംകാഷ്ടിൽ നിന്ന് നോക്കുമ്പോൾ ശരീരത്തിനോ രൂപത്തിനോ നിറത്തിനോ ആകർഷത്തിനോ ഒന്നും അല്ല കാര്യം, അവരുടെ ഉള്ളിലുള്ള കൃഷ്ണ പ്രേമത്തിനാണ് ഫലം, കാരണം അല്ലെങ്കിൽ കാര്യം. അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത്, എന്ത് നല്ല ജന്മം. പക്ഷെ എത്ര വലിയ ജന്മമായാലും ശരി, എത്ര കോടീശ്വരനായാലും ശരി, എത്ര വലിയ സെലിബ്രിറ്റി ആയാലും ശരി, അവന്റെ ഉള്ളിൽ കൃഷ്ണപ്രേമം ഇല്ലെങ്കിൽ എന്ത് ഫലം? ദേവീദേവതമാരെക്കാട്ടി വലിയ സെലിബ്രിറ്റികളൊന്നും ഇല്ലല്ലോ. അപ്പൊ അവര്, അതായത് 11ാം ശ്ലോകത്തിൽ അവർ പറഞ്ഞു, ധന്യസ്മ മൂഢ ഗതയോപി ഹരണ്യേത. ഇനി 13ാം ശ്ലോകത്തിൽ ഇനിയും പറയുന്നുണ്ട്, ഗാവാച്ച കൃഷ്ണമുഖ നിർഗത വേണുഗീത. ഗാവാച്ച പശുക്കളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ പശുവിന്റെ ഭാഗ്യത്തെ കുറിച്ച് പറയുന്നു. രണ്ടിന്റെ ഇടയ്ക്ക്, അതായത് മാനിന്റെയും പശുവിന്റെ ഇടയ്ക്കാണ് 12ാമത്തെ ശ്ലോകത്തിൽ ദേവീദേവന്മാരെ കുറിച്ച് പറയുന്നത്. അപ്പൊ മൃഗങ്ങളുടെ ഭാഗ്യത്തെ കുറിച്ച് അഭിമാനം കൊള്ളുന്ന ഗോപികമാർ ദേവീദേവന്മാരുടെ നിരാശയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് വിമാനമോ സൗന്ദര്യമോ ദേവന്മാരുടെ സഹവാസവും ഒന്നും അല്ല അവർ പറയുന്നത്. there is no കൃഷ്ണ. അവർ കൃഷ്ണ ഇല്ലെങ്കിൽ അവിടെ ശൂന്യമാണ്. ഇറ്റ്സ് എ ബിഗ് സീറോ. എന്തെല്ലാം ഉണ്ട്, മൈനസ് കൃഷ്ണ ഈസ് ബിഗ് സീറോ. ഒന്നുമില്ല, വിത്ത് കൃഷ്ണ ഈസ് 100. എല്ലാം. അതാണ് അവർ പറയുന്നത്. ദേവസ്ത്രീകൾ എന്താ പറയുന്നത്? വൃന്ദാവനത്തിലെ ഗോപികമാരെ ജനിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും അടുത്ത ജന്മങ്ങളിൽ വൃന്ദാവനത്തിലെ മൃഗങ്ങളായിട്ടെങ്കിലും ജനിച്ചാൽ മതി. കാരണം എന്താണ്? പ്രേമാവലോകനം. അടുത്ത് ചെല്ലാൻ കഴിയുന്നു, കൃഷ്ണനെ കാണാൻ കഴിയുന്നു. അപ്പൊ അവരുടെ ഉള്ളിൽ കൃഷ്ണമൃഗത്തിന്റെ തീജ്വാല എരിയാൻ തുടങ്ങി. ഇതാണ് ലക്ഷണം. ഏതൊരു വ്യക്തിയുടെ ഉള്ളിൽ കൃഷ്ണഭക്തിയുടെ അഗ്നി ജ്വലിക്കുമോ ആ വ്യക്തിക്ക് ഈ ഭൗതിക ലോകത്തിലുള്ള എല്ലാ ഭൗതിക കാര്യങ്ങളും നിസ്സാരം, നികൃഷ്ടമായിട്ട് തോന്നും. പലപ്പോഴും പലരും, അതാണ് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്, കൃഷ്ണഭക്തൻ, നല്ല കൃഷ്ണഭക്തന്മാരുടെ, നമ്മുടെ എന്റെ കൂട്ടം അങ്ങനെയുള്ളതല്ല, നല്ല കൃഷ്ണഭക്തരുടെ ജീവിതചര്യ കാണുമ്പോൾ ബാക്കിയുള്ളവർ പറയും ഇത് വട്ടാണെന്ന് ചോദിക്കും. ഞാൻ ഉദാഹരണം, ഇന്ന് പണ്ട്, അതായത് സ്കൂളിൽ വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഒരു 4-5 ഫാമിലി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പം ന്യൂ ഇയറിന്റെ പാർട്ടിക്ക് ഒരു മാസം മുമ്പ് എനിക്കാണ് മിക്കവാറും ഡീറ്റെയിൽ കിട്ടുന്നത്, അതിന്റെ മെനു ഫിക്സ് ചെയ്യാൻ. മെനു എന്ന് പറയുമ്പോൾ കഴിക്കുന്നതും കുടിക്കുന്നതും എല്ലാം അതിന്റെ മെനു ഫിക്സ് ചെയ്യേണ്ടത് ഞാനാണ്. ഇപ്പൊ ആർമി ക്യാൻറ്റീനിൽ നിന്ന് എല്ലാം വാങ്ങിച്ചുകൊണ്ട് വരേണ്ട അതെല്ലാം ഞാനാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മാസം മുമ്പേ നമ്മളൊരു കൂടിക്കാഴ്ച വെക്കും. ഞങ്ങൾ 5 ഫാമിലി കൂടിയിട്ട് ഇവിടെ നിന്ന് ഡിന്നർ കഴിച്ചിട്ട് ഈ പ്രാവശ്യത്തെ ന്യൂ ഇയർ പാർട്ടി എവിടെയായിരിക്കണം, എങ്ങനെയായിരിക്കണം, വെളിയിൽ പോകണോ, അകത്തായിരിക്കണോ, വീട്ടായിരിക്കണോ, ടെറസിലായിരിക്കണോ എന്നൊക്കെ പ്ലാൻ ചെയ്യുന്ന 4 ഫാമിലി മക്കള്. ഈ 31 ഡിസംബറിന് ഞങ്ങളുടെ കൗൺസിലിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ കോർഡിനേഷൻ ചെയ്യുന്നത്. ഈ 31 ഡിസംബർ എന്നുള്ള എന്റെ മനസ്സിൽ നിന്ന് പോയി. അപ്പൊ അത് ഇട്ടപ്പോ എന്റെ കൗൺസിലറിനോട് വിളിച്ചിട്ട് പറഞ്ഞു, പ്രഭുജി സൺഡേ 31 ഡിസംബർ എല്ലാവരും വരുമോ? ഞാൻ സൺഡേ ആണ് 31. എനിക്കത് അറിയില്ല, സത്യം മറന്നുപോയി. അതേപോലെ ഹോളി കഴിഞ്ഞിട്ടാണ് ഹോളി. അന്നൊക്കെ ഹോളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഘോഷങ്ങളായിരുന്നു. പറഞ്ഞതിന്റെ അർത്ഥം, ഏത് സമയത്ത് നമുക്ക് കൃഷ്ണഭക്തി കിട്ടിക്കഴിയുമോ നമുക്ക് ഈ ഭൗതികത്തിലുള്ള എല്ലാം വെറും ഒരു ഉപയോഗശൂന്യമായിട്ട് തോന്നും. ഒരു കാരണമില്ലാത്ത കാര്യമായിട്ട് തോന്നും. എന്തിനാണ്? വായി. അപ്പൊ ഇവരുടെയൊക്കെ കാര്യം, ഇവർക്കൊക്കെ കൃഷ്ണഭക്തി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ അവരുടെ ഉള്ളിൽ ഈ ദേവസ്ത്രീകൾ, ദേവലോകോ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട കാര്യം. ഇന്ന് വരെ അവർക്ക് കിട്ടാത്ത ഒരു കാര്യം എന്നൊക്കെ കിട്ടി. എന്ത് കിട്ടി? കൃഷ്ണ ദർശനം കിട്ടി. നാരായണന്റെ ദർശനം ഈ ഗോപന്മാർക്ക്, ദേവീദേവന്മാർക്കൊക്കെ കിട്ടാറുണ്ട്, മഹാവിഷ്ണുവിന്റെ കിട്ടാറുണ്ട്. പക്ഷെ കൃഷ്ണന്റെ ഈ ബാലരൂപത്തിലുള്ള ഈ ആ രൂപം, ആ സുന്ദര രൂപം, ആ ചുരുണ്ട മുടിയും തുടുത്ത കവിളുകളും
ചെമ്പഴം പോലുള്ള എന്താ ചുണ്ടുകളും ചെറിയ മൂക്കുകളും, വർണ്ണിക്കാൻ കഴിയാത്ത കണ്ണുകളും, മന്ദഹാസവും, ഓടക്കുഴലിന്റെ ആ നിപ്പും, മൂന്നായിട്ട് വളഞ്ഞുള്ള നിപ്പും, ഇതും ശതമായി കിട്ടുകത്ത കുണ്ടലവും ലസത്കുണ്ടലവും, ഇതെല്ലാം കൂടിയുള്ള ആ കാഴ്ച ആർക്കും കാണാൻ പറ്റില്ല, കിട്ടാൻ അവസരമില്ല ദേവീദേവന്മാർക്കൊന്നും, വൃന്ദാവനവാസികൾക്കല്ലാതെ. അത് കാണാനുള്ള ഏത് സമയത്ത് ഭാഗ്യമുണ്ടോ അവരുടെ ഉള്ളിൽ കൃഷ്ണവിരഹത്തിന്റെ അഗ്നിയും കൃഷ്ണപ്രേമത്തിന്റെ മാധുര്യവും ഒരേ സമയത്ത് വന്നു. അപ്പൊ അവർക്ക് ഇതെല്ലാം വളരെ ഇൻഫീരിയർ ആയിട്ട് തോന്നി. സുപ്പീരിയർ ആയിട്ടുള്ളത് കൃഷ്ണഭക്തി മാത്രം. അപ്പൊ ദുഃഖഭാരത്താൽ അതുകൊണ്ട് തന്നെ, അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞത് വസ്ത്രങ്ങൾ എന്തുകൊണ്ടാണ് ഈ മടിക്കുത്തഴിവ് ഇതൊക്കെ പറഞ്ഞത്. അപ്പൊ ഈ ദുഃഖം കൂടുമ്പോൾ നമ്മളുടെ ശരീരം പെട്ടെന്ന് ശോഷിക്കും. അപ്പൊ ഈ ദുഃഖം, അവരുടെ ദുഃഖം എന്താണ്, ഈ ജന്മമായല്ലോ നമുക്ക് കിട്ടിയത്, ബ്രഹ്മാവ് എന്തിനാ ഞങ്ങൾക്ക് ഈ ജന്മം തന്നെ, ആ പശുക്കളോ മാനായിട്ടോ മയിലായിട്ടോ ഞങ്ങൾക്ക് തന്നാ പോയാണ് കൃഷ്ണനോടൊപ്പം. അപ്പൊ അവർക്കൊരു കുറ്റബോധം, ദുഃഖം തോന്നിയിട്ട് അവരുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. മുടിയിൽ വെച്ചിരുന്ന മാലകളൊക്കെ താഴെ വീണു, ശരീരം ശോഷിച്ചു, അവരുടെ വസ്ത്രങ്ങൾ നാച്ചുറലി സ്ഥാനങ്ങളൊക്കെ മാറിപ്പോയപ്പോഴും അവർക്കൊന്നും അറിയില്ല. അവരെങ്ങനെ എക്സ്റ്റസിൽ അതീന്ദ്രിയ അവസ്ഥയിലായിരുന്നു, അവരൊന്നും അറിഞ്ഞില്ല. ഇവരൊക്കെ എന്തുകൊണ്ടാണ് കൃഷ്ണൻ ഇത്രമാത്രം ആകർഷകരാകുന്നത്? രൂപശീലം 1, 2 വേണു വിവക്ത ഗീതം, അല്ലേ? 2-3 കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഭഗവാന്റെ രൂപം, ഭഗവാന്റെ ഗുണം, ഭഗവാന്റെ വേണുഗീതം. അതായത് ഈ ശ്ലോകത്തിൽ ഈ ദേവസ്ത്രീകൾ കൃഷ്ണനോട് ആകർഷണം തോന്നുന്നു. കൃഷ്ണനോട് എല്ലാവർക്കും ആകർഷണമുള്ള കാരണം 3 കാരണം പറയുന്നത്: രൂപശീലം, വിവക്ത ഗീതം, അതുപോലെ തന്നെ വിവക്തഗീതം, രൂപം, ശീലം, വിവക്തഗീതം, 3 കാര്യങ്ങൾ. അതായത് കൃഷ്ണന്റെ രൂപം, കൃഷ്ണന്റെ സ്വഭാവം, കൃഷ്ണന്റെ വേണുഗീതം, ഇതിനെക്കുറിച്ച് നമുക്ക് പ്രത്യേകമായിട്ടൊരു ചർച്ച ചെയ്യാം അടുത്ത ക്ലാസ്സിൽ. അതുവരെ എല്ലാവർക്കും ഹരേ കൃഷ്ണ. എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ, ആരും ഇന്ന് എന്നോട് മിണ്ടുന്നില്ല, ഞാൻ 1 മാസം ആബ്സെന്റ് ആയതുകൊണ്ടായിരിക്കും. നിങ്ങൾ മിണ്ടണ്ട, ഞാൻ മിണ്ടിക്കോളാം. ഹരേ കൃഷ്ണ. എല്ലാരും പോയോ അതോ ഉണ്ടോ? ഓക്കെ, ഒന്നുമില്ല. നരോത്തം പ്രഭു, ആർക്കൊന്നും പറയാനില്ല, എന്നോട് പിണങ്ങിയ എല്ലാവരും. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്താം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാരും പിണങ്ങിയാണെന്ന് തോന്നുന്നു, 1 മാസം വരാത്തോണ്ട്. ആരും ഒന്നും മിണ്ടുന്നില്ല എന്നോട് ആദ്യം മുതൽ. അല്ല പ്രഭു, ശരിക്കും പറഞ്ഞാല് ക്ലാസ് ഇല്ലാത്തോണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 1 മാസം എനിക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണോ പിണങ്ങിയിരിക്കുന്നത്? അല്ല, ഇത് നോക്കിയിരിക്കായിരുന്നു. ഈ പറഞ്ഞ പോലെ കുറച്ച് ദിവസമായിട്ട് ഒരു ടച്ച് വിട്ട പോലെ ആയിപ്പോയി. ഇപ്പൊ ടച്ച് കിട്ടിയോ? സന്തോഷം തോന്നി. 11ാമത്തെ ശ്ലോകം ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറയാനുള്ള കാര്യം അതാ, ടച്ച് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്കും. എല്ലാ ആഴ്ചയിലും ഉണ്ടായിരുന്നുണ്ട്, നല്ല ഒഴുക്കായിട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ പെട്ടെന്ന് അതൊരു ഇതുപോലെ ആയിപ്പോയി. എന്തോ ഭഗവാന്റെ ഇഷ്ടം നമുക്കറിയാൻ പറ്റില്ലല്ലോ. അല്ല, പ്രഭുവിന്റെ ആരോഗ്യം കൂടി നന്നായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം പ്രഭു. ശരിക്കും പറഞ്ഞാല് താങ്ക് യു. അത് മാത്രം മതി. നരോത്തം പ്രഭു, നമുക്ക് നിർത്താം പ്രഭു. തീർച്ചയായിട്ടും നിർത്താം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവൃന്ദ കി ജയ്. ശ്രീല പ്രഭുപാദി കി ജയ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരി ബോൾ. ഹരേ കൃഷ്ണ പ്രഭു. ഹരി ബോൾ.